വിവാഹം ചെയ്തയക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ നിക്കാഹ് കഴിഞ്ഞു. അതിൻ്റെ ആഘോഷം നാളെയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ടുള്ള ഒരു മജ്‌ലിസാണിത്. ഇത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മേൽ കെട്ടിയുണ്ടാക്കിയ ഒരു റിലീഫ് സെല്ലിൻ്റെ ഭാഗമായ ഒരു പ്രവർത്തനവുമാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ മിസ്ര സവാബ് അള്ളാഹു അവിടുത്തെ ഖബറിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ നമുക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും നേതൃത്വവും അള്ളാഹു തആല ഫിർദൗസ് നസീമിനെ അനുഭവിക്കാനുള്ള തൗഫീഖിന് അള്ളാഹു തആല ബഹുമാനപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ദീർഘമായ ഒരു സംഭാഷണത്തിന് ആവശ്യമില്ല. ചില കാര്യങ്ങളുടെ മർമ്മം മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാരണമായി ഒരു മഹല്ലിന് സംഭവിക്കുന്ന നേട്ടങ്ങളാണ്. എന്താണ് വലിയ നേട്ടം? അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മനുഷ്യന് കരുണ ചെയ്യുക എന്നുള്ളതാണ്. അത് മനുഷ്യന് എന്നല്ല, ഏത് ജീവികളോടും നാം കാണിക്കുന്ന കരുണ അള്ളാഹുവിനോട് നാം കാണിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. എന്തുകൊണ്ടെന്നാൽ ഇബാദത്ത് ചെയ്യാത്തവൻ്റെ കരുണയും സ്വീകരിക്കും, കരുണയില്ലാത്തവൻ്റെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. ഇങ്ങനെയാണ് ഇബാദത്തും കരുണയും തമ്മിലുള്ള ബന്ധം. ഒരാൾക്ക് ഇബാദത്തില്ല എന്ന് സങ്കല്പിച്ചോളൂ, എന്നാൽ ഒരു കരുണയുണ്ടെങ്കിൽ അതിനാ സവാബ് അല്ലാഹു നൽകും. എന്തുകൊണ്ട്? കരുണയാണല്ലോ എന്ന നിലക്ക്. വേശ്യയായ പെണ്ണ് അവൾ ആബിദത്തല്ല, അവൾ ആസിയത്താണ്, തന്നി തമ്മാടിച്ചാണ്. ഈ പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തു എന്ന റഹ്മത്തിന്റെ കാരണത്താൽ അള്ളാഹു അവളെ സ്വർഗത്തിലാക്കിയ കഥ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീത്ത് ഇമാം ബുഖാരി അടക്കം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വേശ്യ എന്ന് പറഞ്ഞാൽ ആസുയത്തല്ലേ, തമ്മാടിച്ചയല്ലേ, ഒരു സംശയം വേണ്ടല്ലോ. ഏത് നിയമത്തിലും ഏത് വേദഗ്രന്ഥത്തിലും, തൗറാത്തായാലും ഇഞ്ചീലായാലും സബൂറായാലും ഫുർഖാൻ അളീമായാലും ഏറ്റവും വലിയ തിന്മകളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് വ്യഭിചാരം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത് ചെയ്ത് നടന്നിരുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് ഒരു നായ എന്ന മുഗല്ലളായ നജസ്, തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നജസ്, എങ്കിലും അതൊരു ജീവിയാണ്. ആ ജീവിയോട് കാണിച്ച ഒരു കാരണത്താൽ കരുണ കാണിച്ചു. എന്താണ് അവൾ കരുണ കാണിച്ചത്? ഫബറത്ത് ബിമാഇൻ, ഒരു വെള്ളത്തിൻ്റെ അരികിലൂടെ നടന്നു വന്നു, ഒരു കുഴിയുടെ അരികിലൂടെ. ആ കുഴിയുടെ അടിയിൽ വെള്ളമുണ്ട്. ഫറഅത്ത് കൽബൻ, ഒരു നായയെ കണ്ടു. യദ്ലഉ ഫി തുറാബി, അതിങ്ങനെ നാവ് മണ്ണിലിട്ട് ഇങ്ങനെ ഉരസുന്നുണ്ട് ഈ നായ. ഫറഅത്ത് അന്നഹു അത്ശാൻ, അപ്പോൾ ഈ നായക്ക് ദാഹമുണ്ടാ എന്ന പെണ്ണിനെ ബോധ്യപ്പെട്ടു. ഫമാ വജദത്ത് ദൽവൻ വലാ ഹബ്ലൻ, ഒരു കയറോ ബക്കറ്റോ ഈ പെണ്ണിന് കിട്ടിയില്ല. അപ്പോൾ ഫഖലഅത്ത് മൗഖഹ വസിയാബഹ, അവൾ വസ്ത്രത്തെ അഴിക്കുകയും ഷൂവിനെ അഴിക്കുകയും ചെയ്തു. എന്നിട്ട് വസ്ത്രത്തെ ആ പെണ്ണ് കയറാക്കി, ഷൂവിനെ ബക്കറ്റുമാക്കി. ഫഅറുവത്തിൽ കൽബ മിറാറൻ, പലവട്ടം. ഒരു ഷൂവിൽ വെള്ളം എടുത്താൽ എത്രയുണ്ടാവുക? അങ്ങനെ പലവട്ടം ഈ നായക്ക് വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ അവസാന തവണ ഷൂവിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ നായ കുടിച്ചില്ല, വാലാട്ടി നിന്നു. അപ്പോൾ ആ പെണ്ണിന് മനസ്സിലായി നായക്ക് ദാഹം തീർന്നു. വസ്ത്രമെടുത്ത് ധരിച്ചു, ഷൂവും ധരിച്ചു, തിരിച്ചുപോയി. ഫദഖലത്തിൽ ജന്ന, ഈ കാരണത്താൽ ഈ പെണ്ണ് സ്വർഗത്തിൽ കയറിയുന്ന റഹ്മത്തിന്റെ ബാബിൽ ബഹുമാനപ്പെട്ട മുഹദ്ദിസുകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹദീസ് ഷരീഫിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തിരിച്ചൊരു സംഭവം റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ റഹ്മത്തിന്റെ ബാബിൽ വേറൊരു ഹദീസ് ഉണ്ട്. കാനത്ത് ആബിദത്ത് ബനി ഇസ്രായേൽ, ഇസ്രായേലികളിലെ വലിയ ആബിദത്തായ ഒരു പെണ്ണുണ്ടായിരുന്നു. കാനത്ത് തസൂമുൻ നഹാറ വതഖൂമുൽ ലൈല, അവൾ
പകല് മുഴുവനും നോമ്പ് വെൽക്കും, രാത്രി മുഴുവനും നിസ്കരിക്കും. അങ്ങനത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഫകാനത്തിലഹ ഹിറ, ആ പെണ്ണിനൊരു പൂച്ചയുണ്ടായിരുന്നു. ഫറബത്തത്ത് ഹിറതഹ ലമ്മ മനഅത്ത് സ്വലാത്തഹ വഇബാദത്തഹ. രാത്രിയിലെ നിസ്കാരത്തിന് വേണ്ടി ഈ പെണ്ണ് പായിട്ട് നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂച്ച ചാടും. അപ്പോൾ ഈ പെണ്ണിന് നിസ്കാരത്തിന് ശല്യായി. അപ്പോൾ ഫറബത്തത്ത് ഹിറതഹ, പൂച്ചയെ കെട്ടിയിട്ടു. ഫമാ അത്അമതഹ, കയറിൽ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുത്തില്ല. വമാ സഖതഹ, വെള്ളം കൊടുത്തില്ല. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അങ്ങനെ ആ കയറിൽ ഈ പൂച്ച കിടന്നിട്ട് ഫമാത്തത്ത് ഫിൽ ഹബിലി, ആ പൂച്ച ആ കയറ് കിടന്ന് ചത്തുപോയി. ഫദഖലത്തിന്നാറ, അത് കാരണം ഈ പെണ്ണ് നരകത്തിൽ കടന്നു. ഈ പെണ്ണ് ആരായിരുന്നു? ഈ പെണ്ണ് ആബിദത്ത ബനി ഇസ്രായേൽ, ഇസ്രായേലി ജനതകളുടെ ആബിദത്താണ്. കാനത്ത് തസുമുന്നഹാറ വതഖുമുല്ലൈല. മുത്തുനബി പറയാം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വളരെ ചിന്തിക്കണം. പകല് മുഴുവനും നോമ്പ് വെൽക്കും, രാത്രി മുഴുവനും നിസ്കരിക്കും. അങ്ങനത്തെ പെണ്ണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റഹ്മത്ത് എന്ന കാര്യം ഇബാദത്ത് ഇല്ലെങ്കിലും റഹ്മത്ത് കബൂലാവും. അതേ സമയത്ത് റഹ്മത്തില്ലെങ്കിൽ ഇബാദത്ത് കബൂലാവൂല, ഇബാദത്ത് ഇല്ലെങ്കിൽ റഹ്മത്ത് കബൂലാവും, റഹ്മത്ത് ഇല്ലെങ്കിൽ ഇബാദത്ത് കബൂലാവൂല. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കാരം ഈ സൂറത്തിൻ്റെ മധ്യഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അപ്പുറത്തും റഹ്മത്തില്ലായ്മ, ഇപ്പുറത്തും റഹ്മത്തില്ലായ്മ. റഅയ്തല്ലദീ, എന്താണ് ഇതൊക്കെ വളരെ ചിന്തിക്കണം. സാധാരണ ഓടുന്ന സൂറത്താണ്, ഭയങ്കര പാഠമുണ്ട് ആ സൂറത്തിൻ്റെ ഉള്ളിൽ. ചിന്തിക്ക്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ദീനിനെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടില്ലയോ? ആരാ ദീനിനെ കളവാക്കിയാള്? ഫദാലിക അല്ലദീ യദ്ഉൽ യതീം, യതീമിനോട് പരുഷമായി പെരുമാറിയവൻ. യതീമിനെ ഒഴിവാക്കി വിടും, യതീമിനെ സ്വീകരിക്കൂല, യതീമിനെ സഹകരിക്കൂല, യതീമിനെ നല്ലത് ചെയ്തു കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. യതീമിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കും, യതീമിനെ എങ്ങനെയെങ്കിലും മോശമായി പെരുമാറും, യതീമിനെ സ്വന്തം വട്ടത്തിൽ ഇരുത്തൂല, യതീമിനെ സ്വന്തം സുപ്രയിലേക്ക് കയറ്റി ഇരുത്തൂല, യതീമിന് ഏറ്റവും നല്ല മുറിയിലെ കസേര കൊടുക്കൂല, യതീമിനെ പരിഗണിക്കൂല, യതീമിനൊരു സന്തോഷിക്കാനുള്ള വക ചെയ്യൂല. പിന്നെ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനൊന്ന് പ്രേരിപ്പിക്കുക പോലുമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഇനി പറയുന്ന ആയത്ത് വലിയ രസമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഇവിടെ ഫ എന്നൊരു വാക്കുണ്ട്. ഈ ഫ എന്ന വാക്ക് അതിന് അറബിയിൽ തറത്തുബുൽ കലാമിൻ്റെ ഫ എന്ന് പറയും. അതായത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നിരിക്കവേ പല നിസ്കാരക്കാരും നരകത്തിലാണ്. അള്ളാഹു കാക്കട്ടെ. എന്തുകൊണ്ട്? എന്നിരിക്കവേ പല നിസ്കാരക്കാരും നരകത്തിലാണ്. എന്തുകൊണ്ട്? ചില നിസ്കാരക്കാരുണ്ട്, അവർ യതീമിനെ പരിഗണിക്കൂല, മിസ്കീനെയും പരിഗണിക്കൂല. അതുകൊണ്ട് ആ നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കൂല. അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. പിന്നെന്തിനാ നിസ്കരിച്ചത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ഞങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്ന കാര്യത്തിൽ അവർ അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുന്നു എന്നേ ഉള്ളൂ. വയംനഊനൽ മാഊൻ, അയൽ വീട്ടുകാരോട് അവരുടെ ദാരിദ്ര്യത്തിൽ സഹകരിക്കൂല. വയംനഊനൽ മാഊൻ, വയംനഊനൽ മാഊൻ, യതീമിനോട് സഹകരിക്കൂല. പിന്നെ വയംനഊനൽ മാഊൻ, മിസ്കിനോട് സഹകരിക്കൂല. വയംനഊനൽ മാഊൻ, അയൽ വീട്ടുകാരുടെ ദാരിദ്ര്യത്തിൽ ഒന്ന് സഹകരിച്ചു കൊടുക്കൂല. വയംനഊനൽ മാഊൻ, യംനഊനൽ മാഊൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയൽ വീട്ടിലുള്ള ദാരിദ്ര്യത്തിൽ ഒന്ന് വായ്പ കൊടുത്തിട്ടെങ്കിലും സഹകരിക്കൂല.
അയൽ വീട്ടിലൊരു പാത്രമല്ല, അപ്പൊ ഒരു പാത്രം വന്ന് ചോദിച്ചു, കൊടുക്കൂല. അയൽ വീട്ടിൽ കത്തില്ല, അപ്പൊ കത്തി വന്ന് ചോദിച്ചു, കൊടുക്കൂല. മാഴൂൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈനംദിനം ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് മാഴൂൻ എന്ന് പറയുക. ഉപ്പ്, മുളക്, കത്തി, ബക്കറ്റ്, ഇതൊക്കെ മാഴൂനിൽ പെടും. സദാ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, തലയണ, കൈക്കോട്ട്, വെട്ടുകത്തി, ഇതൊക്കെ മാഴൂനിൽ പെടും. വിസാദ, തലയണ, ലിഹാഫ്, പുതപ്പ്, ഇങ്ങനെ ഫസ്, കോടാലി, മെഴവല്, കൈക്കോട്ട്, ഇതൊക്കെ മാഴൂനിൽ പെടും. അയൽ വീട്ടിൽ നിന്നൊരു കൈക്കോട്ട് വന്ന് ചോദിച്ചാൽ കൊടുക്കൂല, അയൽ വീട്ടിൽ നിന്നൊരു വെട്ടത്തി വന്ന് ചോദിച്ചാൽ കൊടുക്കൂല. അത്തരം ആളുകളെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. തുടക്കത്തിൽ പറഞ്ഞത് കരുണല്ലായ്മയാ, ഒടുക്കത്തിൽ പറഞ്ഞതും കരുണല്ലായ്മ, അതിന്റെ നടുവിലാണ് ഫവൈലുൽ മുസല്ലീൻ. ഇത്തരം ആളുകളെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ ഇവർക്ക് ഇബാദത്തുണ്ട്, പക്ഷെ കരുണല്ല. ഇവർക്ക് ഇബാദത്തുണ്ട്, കരുണല്ല. നായക്ക് വെള്ളം കൊടുത്ത പെണ്ണിന് ഇബാദത്ത് ഇല്ല, കരുണ ഉണ്ട്. അപ്പൊ അള്ളാഹു അവളെ സ്വീകരിച്ചു. ഇത് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി ഒരു വകുപ്പുണ്ടാക്കി പറഞ്ഞതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയും പറയരുത്, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഇങ്ങനെയുണ്ട്. കുട്ടികൾ വർത്തമാനം പറയരുത്, കുട്ടികൾ വർത്തമാനം പറയരുത്. ഒന്നും മിണ്ടാതിരിക്കുക. ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ ശബ്ദമുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുക, ചിന്തിക്കുക, എന്താണ് ഈ പറയുന്നത് എന്നൊന്ന് ആലോചിക്കുക. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്തത് വലിയൊരു പണിയാണ്. എന്താ പണി? ഒരു പാവപ്പെട്ട യതീം കുട്ടി വളർന്നു വന്നു, അതിനെ നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചു, കെട്ടിച്ചു. അങ്ങനെ തന്നെയല്ലേ? അത് അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ, നമുക്കതിന് കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ. 10 റുപ്യ കൊടുത്തവനുണ്ടാവും, 10,000 കൊടുത്തവനുണ്ടാവാം. അതെ, ആയിക്കോട്ടെ. എതിർത്തോനും ഉണ്ടെങ്കിൽ എതിർത്തോൻ അതിൻ്റെ പള്ളർച്ച് കിട്ടിക്കോളും. നല്ല പള്ള നിറച്ച് മുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ 2 ആളെ അള്ളാഹ് ഖബറിൽ നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ എന്തിനാ ബേജാറാകണത്? നല്ല ഉഷാറ് മുട്ടല്ലേ ഖബറിലെ മുട്ട്, അത് പെരുമുട്ടാണ്. ഇവിടുത്തെ മുട്ട് ചെറിയ മുട്ടാണ്, ഖബറിലെ മുട്ടാണ് പെരുമുട്ട്. അള്ളാഹു കാക്കട്ടെ. അത് കാസിയും പറഞ്ഞുകൊണ്ട് മുങ്കർ നക്കീർ മുട്ടല്ല, മുങ്കർ നക്കീർ മുട്ടാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞതുകൊണ്ട് മുങ്കർ നക്കീർ മുട്ടൂല്ല, മുട്ടാൻ വെക്കൂല. തല്ലുറപ്പാണ്. നല്ല കാര്യത്തിന് വടി വെച്ചവർക്ക് തല്ല് ഉറപ്പാണ്. അതേത് വല്യോനാണെങ്കിലും തല്ലുറപ്പാണ്. എല്ലാവർക്കും തല്ലിട്ടും. തല്ലാനല്ലേ മലക്കളിരിക്കണത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെയും കൂടി തല്ലിയിട്ടില്ലെങ്കിൽ ഓൽക്ക് എന്താ പണി? ഓൽക്കും വേണ്ടേ പണി? തല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അള്ളാഹു നമ്മളെ അള്ളാഹ് പറയാണ് തല്ലുമെന്ന്. പിന്നെ നിങ്ങൾ കുറച്ച് ആളുകൾ കൂടി തല്ലൂലാറിനൊരു കാര്യമില്ലല്ലോ, തല്ലും. അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ. ഇവിടുത്തെ തല്ല് ചെറിയ തല്ലാണ്, അവിടുത്തെ തല്ലാണ് വലിയ തല്ല്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും ഇതൊക്കെ ചിന്തിക്കണം. ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വലിയ പത്രാസ തോന്നും. ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയാലാ പ്രയാസം. ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതന്നെ ദീന്. ദീന് എന്താ മൂല്യരെ? ദീന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്യ ദീന് കഴിഞ്ഞു. അന്യ ദീന് ഖുർആൻ മുഴുവനും അതിൻ്റെ ഉള്ളിലുണ്ട്. ഖുർആൻ മുഴുവനും ഫാത്തിഹയിലുണ്ട്, ഫാത്തിഹ മുഴുവനും ബിസ്മിയിലുണ്ട്. എന്താ ബിസ്മി? കരുണ, പിന്നെയും കരുണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലാവണില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 114 സ്ഥലത്താണ് ഈ വചനം. നിങ്ങൾ ആലോചിക്കുക. ഖുർആൻ 114 സൂറത്താണ്. ഈ ബിസ്മി 114 സ്ഥലത്താണ്. 113 സ്ഥലത്ത് തുടക്കത്തിൽ, ഒരു സ്ഥലത്ത് ഉള്ളിൽ. എന്തുകൊണ്ട്? ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. അപ്പോൾ ഒരു സൂറത്തിൻ്റെ നടുവിൽ അഡീഷണൽ ബിസ്മി കൊടുത്തു. മനസ്സിലായില്ല? 114 114 എന്നാൽ അത് അള്ളാൻ്റെ രഹസ്യമാണ്. ഒന്ന് രഹസ്യമാണ്, ഒന്നും രഹസ്യമാണ്, 4ഉം രഹസ്യമാണ്. ഒന്ന് അള്ളാഹുവാണ്, ഒന്ന് മുഹമ്മദാണ്, 4 അള്ളാൻ്റെ സിറാണ്.
അള്ളാഹു എന്നതിലെ അക്ഷരം പോലും 4ആണ്. മുഹമ്മദ് എന്ന അക്ഷരം 4ആണ്. റഹ്മത്ത് എന്ന അക്ഷരം 4ആണ്. ബൈത്തുൽ മഅമൂർ 4ാമത്തെ ആകാശത്തിലാണ്. വേദം 4ആണ്. ഏട് 4 ഖുലഫാക്കൾ 4ആണ്. അഇമ്മത്ത് 4ആണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അഖ്താബ് 4ആണ്. 4 അള്ളാഹിൻ്റെ രഹസ്യമാണ്. സ്വലാത്തിൽ അക്ഷരം 4ആണ്. റഹ്മത്തിൽ അക്ഷരം 4ആണ്. അള്ളാഹുവിൽ അക്ഷരം 4ആണ്. മുഹമ്മദിൽ അക്ഷരം 4ആണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? 4നെ 4 4 4 4 എന്ന് എഴുതിയതാണ്. 4നെ 4 വട്ടം എഴുതിയതാണ്. 4444. അത് അള്ളാഹിൻ്റെ രഹസ്യമാണ്. 1 1 4ആണ്. 1 1 4. അതാ 114. 114 സ്ഥലത്തും ബിസ്മിയ. എന്താ ബിസ്മി? കരുണയും പിന്നെ കരുണയുമായ, കരുണയും വീണ്ടും കരുണയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. ഒരു വട്ടം അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തിന് 2 വട്ടം കരുണ എന്ന് പറഞ്ഞു. പടച്ചോനെ, ഇനിയും മനുഷ്യന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എങ്ങനെ തിരിയ? മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല മനുഷ്യന്മാരെ. ദീന് എന്ന് പറഞ്ഞാൽ കരുണയാണ്. ഇല്ല ഇബാദത്തുൽ ലിൽ ആലമീൻ എന്നല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സകല ലോകത്തിനും കരുണയായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടേ ഇല്ല എന്ന് മുഹമ്മദ് നബിയെ. മുഹമ്മദ് നബിയുടെ പേര് കരുണ എന്നാണ്. ചിന്തിക്കും, മുഹമ്മദ് നബിയുടെ പേര് കരുണ എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. കരുണ എന്നാണ്. മുത്തുനബിയുടെ പേര് കരുണ എന്നാണ്. കരുണ എന്നാണ്. മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് ദീനെന്താ? കരുണയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? കരുണയാണ്. അല്ലാതെ എന്താ? അതാർക്ക്? ആർക്കും. മുശ്രിക്കാണെങ്കിലും കരുണയെ. മുശ്രിക്കാണ്. ഓൻ ബിംബത്തിനെ കുമ്പിട്ട് വരികയാണെങ്കിൽ എന്നാലും ഓന് പള്ളിയിൽ പറ്റുന്നെങ്കിൽ ചോറ് വാങ്ങി കൊടുക്ക്. ഓൻ പോണ ഇനിയും ബിംബത്തിന് കുമ്പിടാനാണ്. ഓൻ വരുന്ന ബിംബത്തിന് കുമ്പിട്ടിട്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ഓൻ ബിംബത്തിന് കുമ്പിട്ടാ വരുന്നത്. ഇനി പോണതോ പറ, ഇനി പോണത് എവിടുക്ക? മനസ്സിലാവണില്ലേ? ബിംബത്തിന് കുമ്പിട്ട് വരിക. ഇനി പോണതും ബിംബത്തിന് കുമ്പിടാനാ. പക്ഷെ അവന് പള്ളയെ പൈസണ്ടെങ്കിൽ ചോറ് വാങ്ങി കൊടുക്ക്. എന്തുകൊണ്ട്? അല്ലാഹ് റഹ്മാനാ. വൈപ്പെട്ടവനും കൊടുക്കും, വൈപ്പെടാത്തവനും കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഭയപ്പെട്ടവന് മാത്രം കൊടുക്കാനല്ല പറഞ്ഞത്. അല്ലാഹു റഹ്മാനാണ്. റഹീമിന് മുമ്പ് റഹ്മാനാ പറഞ്ഞത്. റഹ്മാനെ മുന്തിച്ച് പറഞ്ഞ് ഭയപ്പെട്ടവനും കൊടുക്കും, ഭയപ്പെടാത്തവനും കൊടുക്കും. ബിംബത്തിന് അള്ളാഹ്ക്ക് ദുനിയാവിൽ ഏറ്റവും ദേഷ്യം ബിംബത്തിന് കുമ്പിടലാണ്. അള്ളാഹു കാക്കട്ടെ. എന്നൊരാൾ ബിംബത്തിന് കുമ്പിട്ട് വരികയാണെങ്കിലും പള്ളെ പൈസ കൊടുക്കണം. ചായ വേണമെങ്കിൽ ചായ കൊടുക്കണം. ചായ വാങ്ങിച്ചു കൊടുക്കണം. ഓനെന്താ പണി? ബിംബത്തിന് കുമ്പിടുക, എന്നാലും കൊടുക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? കരുണയേക്കാൾ വലിയ ഒരു സിഫത്തില്ല, കരുണയേക്കാൾ വലിയ യോഗ്യതയില്ല, കരുണയേക്കാൾ വലിയ മഹത്വമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു ലൗഹം പടച്ചു, കലമം പടച്ചു. കലമിനോട് പറഞ്ഞു, കലമെ നീ ലോഹിൽ പോയി എഴുത്. അപ്പോൾ കലമ ചോദിച്ചു, ഫമാദാ അക്തുബു അവ്വലൻ, ഞാൻ എന്താണ് ആദ്യം എഴുതേണ്ടത്? ഫഖാല റബ്ബു, റബ്ബ് പറഞ്ഞു, ലോഹിൽ പോയിട്ട് നീ ആദ്യം റഹ്മ എന്ന് എഴുത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനസ്സിലാവണില്ലേ? എന്താ പിന്നെ നിങ്ങൾക്കൊരു അന്തം വിട്ടിരിക്കല്? നിങ്ങളോട് തന്നെ അല്ലേ ഈ വയറിൽ? പറയും മനുഷ്യന്മാരെ, ഈ വയറിൽ നിങ്ങളോടല്ലേ? പിന്നെന്താ? മനസ്സിലാവണില്ലേ? ചിന്തിക്ക്. എന്തെങ്ങനെ മിണ്ടാതെ ഇരിക്കണ്? മനസ്സിലാക്കി പറഞ്ഞത്. അള്ളാഹു ലോഹം പടച്ചു, കലമം പടച്ചു. എന്നിട്ട് കലമിനോട് പറഞ്ഞു ലോഹിൽ പോയി എഴുത്. അപ്പോൾ കലം ചോദിച്ചു, ഫമാദാ അക്തുബു അവ്വലൻ, ഞാൻ എന്താണ് എഴുതേണ്ടത്? ആദ്യം എന്താ എഴുതേണ്ടത്? അപ്പോൾ അള്ളാഹ് പറഞ്ഞു റഹ്മ.
അപ്പോൾ കലമ പോയി. ലൗഹിൽ ആദ്യം എഴുതിയത് റഹ്മ എന്ന വാക്കാണ്. അതാണ് മുത്തുനബിയുടെ ഓമന പേരായത്. റഹ്മ, കാരുണ്യം. ബിസ്മിൽ അള്ളാന്ന് ഒരു വട്ടം, റഹ്മാന്ന് 2 വട്ടം. ഫാത്തിഹയിൽ ബിസ്മി അള്ളാന്ന് 2 വട്ടം, റഹ്മാൻ 4 വട്ടം. ബിസ്മിൽ അള്ളാന്ന് 1 വട്ടം, റഹ്മാന്ന് 2 വട്ടം. റഹ്മാനിർ റഹീം രണ്ടിലും റഹ്മത്താ. ബിസ്മിൽ അല്ലാഹു എന്ന് 1 തവണ, കരുണ എന്ന് 2 തവണ. ഫാത്തിഹയിൽ അല്ലാഹ് 2 തവണ, റഹ്മാൻ 4 തവണ. 114 ബിസ്മിൽ അല്ലാഹ് 114 വട്ടം, റഹ്മാൻ 228 വട്ടം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മനുഷ്യൻ അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തുള്ള കാര്യം എന്താ? കരുണ ചെയ്യന്നെ. കരുണ ചെയ്യ. കിണറില്ലാത്തവർക്ക് ദരിദ്രന്മാരുടെ ഏരിയയിൽ കിണർ ഊത്തി കൊടുക്കുക. ഒരു ഏരിയയിൽ കിണറില്ല, അപ്പൊ ഒരാൾ കിണർ ഊത്തി കൊടുത്തു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിക്കുമ്പോൾ സഅദ് നാട്ടിലില്ല. സഅദ് കച്ചവടത്തിന് പോയതായിരുന്നു. കച്ചവടം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് മുത്തുനബിയുടെ അരികിൽ വന്നു. മുത്തുനബിയെ, അങ്ങക്കറിയാമല്ലോ ഉമ്മ മരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല. ഞാൻ സ്വതക്ക ചെയ്താൽ അത് ഉമ്മക്ക് ഉപകരിക്കുമോ? ഫഖാല നബിയു, അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ അതെ അതെ അതെ, ഈ നന്മ ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകരിക്കും. അപ്പോൾ ഫമാദാ അഅമലു യാ റസൂലല്ലാഹ്, മുത്തുനബി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, യഹ്ഫർ ബിറൻ, നീ മദീനയിൽ വെള്ളക്ഷാമമുള്ള കാലമാണ്, ഒരു കിണറാണ് ഒഴിച്ചു കൊടുത്തവ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ സഅദ് ബിൻ ഉബാദ, ഒന്നുറക്കപ്പറ, വലിയ മഹാനാണ്, സയ്യിദുൽ അൻസാറാണ്, അൻസാരിങ്ങളുടെ നേതാവാണ്. മുത്തുനബിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ ഉബാദ. ഭയങ്കര ഇഷ്ടമാണ്, റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യഹ്ഫർ ബിറൻ, ഒരു കിണർ ഒഴിച്ചാളാണ്. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലം കെട്ടിയുണ്ടാക്കിയിട്ട് അവർ കിണറാണ് ഒഴിച്ച്. അവിടുന്ന് 4 ഭാഗത്തും ജനങ്ങൾ ബക്കറ്റിട്ട് ഇങ്ങനെ മുക്കും. അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ പറയും, ഓരോ ബക്കറ്റ് നമ്മൾ മുക്കുമ്പോഴും ഓരോ തണുപ്പങ്ങനെ ചെല്ലും. ആരെ ഖബറിലേക്ക്? സഅദിന്റെ ഉമ്മാന്റെ ഖബറിലേക്ക്. എന്തുകൊണ്ട്? മനുഷ്യന്മാർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുത്തതാണ് സഅദ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ആർക്കും ചെയ്യാം. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മ എന്താ? ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ സഹകരിക്കുക. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മ എന്താ? ഒരു പുതിയാപ്പിളയെയും പുതിയണ്ണിനെയും നുണ പറഞ്ഞിട്ട് വേർപെടുത്തുക. സിഹർ എന്തിനാ വന്നത്? ഈ ദുനിയാവിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ സിഹറാണ്. അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്റു വഖത്ലു നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു റിബ വഅക്ലു മാലിൽ യതീം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. 7 വൻദോഷങ്ങളിൽ ആദ്യത്തെ വൻദോഷം ശിർക്കാണ്, 2 സിഹറാണ്. എന്തിനാ സിഹർ വന്ന്? فيتعلمون منهما ما يفرق بين المرء وزوجه. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. എന്തിനാ സിഹർ വന്നത്? യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടിയാണ് സിഹർ വന്നിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്ക. അപ്പോൾ ഏറ്റവും വലിയ തിന്മ എന്താ? ഒരാണിനെയും പെണ്ണിനെയും തെറ്റിക്കുക, ഭാര്യയും ഭർത്താവിനെയും. മാ യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി. ആദ്യ കാലഘട്ടത്തിൽ സിഹർ ആദ്യമായി ഭൂമിയിൽ സിഹർ വന്നിട്ടുള്ളത് നല്ല നിലക്ക് പുതിയാപ്പളൻ്റെ അടുത്ത് കഴിയുന്ന പെണ്ണുങ്ങളെയും ആ പെണ്ണിനെയും ഭർത്താവിനും നോണ പറഞ്ഞിട്ട് തെറ്റിക്കുക. ഇതിനു വേണ്ടിയാണ് ആദ്യമായി സിഹർ വന്നത്. അൽ ബഖറ 102-ാമത്തെ ആയത്ത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അൽ ബഖറയിലുണ്ട് ഈ ആയത്ത്. എന്തിനാ സാഹിറന്മാര് സിഹർ ചെയ്യുന്നത്? എന്തിനാ? പുതിയാപ്പിളിനെയും
പുതിയണ്ണിനെ തെറ്റിക്കുക. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ അതാണ്. എന്ത്? ഒരു പെണ്ണിനെ ഭർത്താവിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ എന്താ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഏറ്റവും വലിയ തിന്മ ഒരു ഭർത്താവിൽ നിന്ന് പെണ്ണിനെ തെറ്റിക്കലാണ് എങ്കിൽ ഏറ്റവും വലിയ നന്മ എന്താ? ഒരു പെണ്ണിനെ ഭർത്താവിലേക്ക് കൂട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഏറ്റവും വലിയ തിന്മ എന്താ? അൽ ബഖറയിൽ പറഞ്ഞു, മാ യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വിട്ടുപിരിക്കുക. അതാണ് ഏറ്റവും വലിയ തിന്മ. എങ്കിൽ ഏറ്റവും വലിയ നന്മ എന്താ? ഹലാലായ നിലക്ക് ഒരു പെണ്ണിനെ ഒരു ഭർത്താവിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിൻ്റെ ആ കുടുംബം ജീവിക്കുന്ന കാലത്തോളം അതിന് സഹകരിച്ചവർക്ക് കൂലിട്ടും. അവർക്ക് മക്കളുണ്ടായാൽ ഇവർക്ക് കൂലിട്ടും, മക്കളുണ്ടായിട്ടില്ലെങ്കിലും കൂലിട്ടും. അവർ ഓരോ രാത്രി കൂടെ കിടന്നുറങ്ങുമ്പോഴും ഇവർക്ക് ഒരു കൂലിട്ടും. ചിന്തിക്ക്. അവര് തമ്മിൽ യോജിച്ചു ജീവിച്ചാൽ ഇവർക്കൊരു കൂലിട്ടും. ഒരു ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ച്, ഭർത്താവ് ഭാര്യയുടെ കൈയും പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രണ്ടാളെ കൈയും പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഒരു ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ച്, ഭർത്താവ് ഭാര്യ റഹ്മത്ത് കൊണ്ട് പിടിച്ച്, സന്തോഷം കൊണ്ട് പിടിച്ച്, സന്തോഷം കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ കൈമ പിടിച്ച്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കൈ റഹ്മത്തോണ്ട് പിടിച്ചാൽ ഇവർ രണ്ടാളും കൈ ആര് പിടിക്കും? അല്ലാഹ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ഭാര്യ ഭർത്താവിനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ, കരുണ കൊണ്ട് പിടിച്ചാൽ, അതിന് കാരണക്കാരായ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ കൂലിട്ടും. ഈ കൂലിയോലും മരിച്ചു പോയിട്ടുണ്ടാവും, എന്നാലും കൂലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഫനളറ ഇലൈഹാ നളറത റഹ്മത്തിൻ ഔ നളറത് ഇലൈഹി നളറത റഹ്മത്തിൻ. സന്തോഷത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം, സന്തോഷത്തിന്റെ നോട്ടം. ഇവൻ അവളെ നോക്കി, അല്ലെങ്കിൽ അവൾ അവനെ നോക്കിയാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മ, അല്ലാഹു ഇവരെ രണ്ടാളെയും കരുണയുടെ നോട്ടം നോക്കുന്നു. മനസ്സിലായില്ല? ഒരു പുതിയാപ്പള പുതിയണ്ണിനെ സന്തോഷത്തിന്റെ നോട്ടം നോക്കി, പുതിയണ്ണ് പുതിയാപ്പളയെ നോക്കി, അല്ലെങ്കിൽ പുതിയാപ്പള പുതിയണ്ണിനെ സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ, അവരെ ആയുസ്സിൽ എന്ന് നോക്കിയാൽ, അധ്വാനിച്ച് വന്ന് കഷ്ടപ്പെട്ട് വന്നപ്പോൾ അയാൾക്കൊരു സനസാൻ പറച്ചോനെ, എൻ്റെ പുതിയാപ്പള എന്നെ പോറ്റാനാണല്ലോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുന്നത് എന്നൊരു സന്തോഷത്തോടു കൂടി അവളെ നോക്കിയാൽ, അവനെ നോക്കിയാൽ, ഇതിന് കാരണക്കാരായ ആളുകൾക്ക് ഈ രണ്ടാളെയും മരണം വരെ കൂലിട്ടും. അവർ ഖബറിൻ്റെ ഉള്ളിലാണെങ്കിൽ കിട്ടും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ ഒരു പെണ്ണിനെയും ഒരാണിനെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് മരിച്ചു പോയാലും അവരും അവരെ മക്കളും ഉണ്ടാകുന്ന കാലത്തോളം ഒരു സവാബ് നമുക്കുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ ഇതിൽ പറയാനുള്ളത്? അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നിങ്ങൾ എന്താണെങ്കിലും മുന്നോട്ട് വരണം, ഇനിയും മുന്നോട്ട് വേണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിന് നിങ്ങൾ നല്ലൊരാളെ പേരും തിരഞ്ഞെടുത്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മനസ്സ് മുഴുവൻ കരുണയുള്ള മനുഷ്യനായിരുന്നു. ആര്? മുഹമ്മദ് അലി ശിഹാബ്. അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അത് സംബന്ധമായി ഞാൻ കൂടുതൽ പറയുന്നില്ല. കരുണയേക്കാൾ വലിയൊരു ദീനും ഇല്ല. കരുണയാണ് ഏറ്റവും വലിയ ദീന്. ഏറ്റവും വലിയ ദീൻ അതാണ്. ചിന്തിക്കുക. നരകക്കാരെ നരകത്തിലേക്ക് വിധിച്ച് സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് വിധിച്ച്. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്യും? കോടാനക്കോടി ആളുകളെ നരകത്തിലേക്ക് വിധിക്കും. അങ്ങനെ അവർ കരയും, പൊട്ടിക്കരയും. അപ്പോൾ അല്ലാഹു മലക്കുകളോട് പറയും, അഖ്രിജൂ കിതാബത്തൽ ലൗഹി, ആദ്യം ലോഹിലെഴുതിയ വാക്കൊന്ന് എടുത്താളി എന്ന് പറയും. ഇങ്ങോട്ട് നോക്കണേ. മനസ്സിലായില്ല? ലോഹിൽ ആദ്യം എഴുതിയ വാക്ക് ലോഹിൽ നിന്ന് പുറത്തെടുക്കൂ എന്ന് പറയും. അങ്ങനെ മലക്ക് ലോഹിൽ ആദ്യം എഴുതിയ വാക്കും കൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ ചെല്ലും. എന്താ ലോഹിൽ ആദ്യം എഴുതിയ വാക്ക്? റഹ്മ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ഈ റഹ്മത്ത് കാരണം നരകത്തിലേക്ക് വിധിച്ചിട്ടുള്ള കോടിക്കണക്കായ ആളുകളെ സ്വർഗത്തിലേക്ക് തീരുമാനിക്കും. എന്ത് കാരണം? ഒറ്റ കാരണം, ബിറഹ്മത്തിഹി, അള്ളാന്റെ റഹ്മത്ത് കാരണം. ലം യഅമലു ഹസനതൻ ഖത്തു, അവർ ഒരു നന്മയും ചെയ്തവരല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അതായത് കോടാനക്കോടി ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് വിധിക്കും.
മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ നരകത്തിലേക്ക് വിധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല ഇവർ പൊട്ടി കരയും. അപ്പോൾ അള്ളാഹു താല മലക്കുകളോട് പറയും, മലക്കുകളെ ആദ്യം ലോഹിൽ എഴുതി വെച്ച വാക്കൊന്ന് പുറത്തെടുക്കിയെന്ന് പറയും. അപ്പോൾ മലക്കുകൾ പോയിട്ട് ആ വാക്ക് പുറത്തെടുക്കും. ഏതാ ആദ്യം ലോഹിൽ എഴുതിയ വാക്ക്? റഹ്മ, കരുണ. അതും കൊണ്ട് മലക്കൾ അള്ളാഹിൻ്റെ ഹദറത്തിലേക്ക് വരുമ്പോൾ അള്ളാഹ് പറയും, ഞാൻ ആദ്യം ലോഹിൽ എഴുതിയ വാക്ക് റഹ്മ എന്നാണല്ലോ, അത് എനിക്ക് എമ്പാടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ റഹ്മത്ത് കാരണം ഇവരിൽ വലിയൊരു ശതമാനത്തെയും സ്വർഗത്തിലാക്കുകയാണെന്ന് അറിയും. ലം യഅമലു ഹസനത്തൻ ഖത്തു, ഈ പറഞ്ഞ ആളുകൾ ജീവിതത്തിൽ ഒരു നന്മ പോലും പറയും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ സ്വർഗത്തിലാക്കുക? റഹ്മത്തുകൊണ്ട്. അപ്പൊ അള്ളാഹു ലോഹിൽ ആദ്യം എഴുതിയ വാക്ക് റഹ്മത്ത്, അവസാനം പുറത്തെടുക്കുന്ന വാക്ക് റഹ്മത്ത്. അള്ളാഹിന്റെ മുത്തുനബിക്ക് അള്ളാഹ് കൊടുത്ത പേര് റഹ്മത്ത്, ഖുർആന് കൊടുത്ത പേര് റഹ്മത്ത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. മുഅ്മിനീങ്ങൾ കൊടുത്ത പേര് റഹ്മത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. റഹ്മത്തുള്ളവരാ മുഅ്മിനീങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇത് പറഞ്ഞാ തീരൂല. മറ്റ് ഇബാദത്തിലൊക്കെ കമ്മിയുണ്ടെങ്കിലും മനസ്സിൽ കരുണ ഉണ്ടെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തും. എന്നാൽ എമ്പാടും ഇബാദത്തുണ്ട്, മനസ്സിൽ കരുണല്ലേ. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യിൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിൻ്റെ റിക്കാർഡിൽ അവൻ ദോഷിയായതുകൊണ്ടാണ് അവന് റഹ്മത്തില്ലാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നെമ്പാടും നിസ്കാരം ഉണ്ടാവും, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ അവൻ ആരാവും? ദോഷവും. അതുകൊണ്ട് അവന് റഹ്മത്ത് ഉണ്ടാവില്ല. ചിലർ അള്ളാഹിൻ്റെ അടുക്കൽ നല്ലവനാവും, നിസ്കാരത്തിലൊക്കെ കുറച്ച് കമ്മി ഉണ്ടാവും, പക്ഷെ അവൻ ഭയങ്കര റഹ്മത്ത് ഉണ്ടാവും. എങ്ങനെ? ഒരാൾ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയാൽ അയാളെ രണ്ടാളൊന്ന് തീരുമാനിച്ച് കൊണ്ടുവരുന്നവരെ ഓനവിടെ കൂടും. ഓൻ്റെ വാപ്പിയല്ല വല്യാപ്പയല്ല. ഒരു സാധുവിനെ ആശുപത്രിയിലാണ് കയറ്റിയാൽ നാട്ടുകാരെ മുഴുവനും പിരിച്ച് എടുത്തിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കും. ഒരാളെ കിഡ്നി പോയാൽ ഓൻ പിന്നാലെ നടക്കും. ഒരാൾ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഓൻ്റെ വണ്ടി വിട്ടുകൊടുക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാൾ എപ്പോഴും ഒരാളെ കഷ്ടപ്പെടണം അവന് കണ്ടുകൂടാ. എന്നാലോ അങ്ങനെ കൃത്യമായ വലിയൊരു വിവാദത്തൊന്നും അവന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല, ഉണ്ടാകാൻ പാടില്ല എന്നല്ല. ചിലപ്പോൾ ഇതൊക്കെ ലേശം കമ്മിയുണ്ടാവും, പക്ഷേ കരുണയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരാളൊരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനൊന്ന് കടന്നുറങ്ങാൻ കഴിയൂല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാളൊരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ അവൻ ഉറങ്ങാൻ കഴിയില്ല. കാരണം അവൻ്റെ മനസ്സിൽ നിറയെ കരുണുണ്ട്. കരുണുള്ളവൻ അള്ളാൻ്റെ അടുക്കൽ നല്ലവനായിരിക്കും. ചില ആളുണ്ട്, ഓൻ നിസ്കരിക്കുന്ന നോമ്പോൽക്കൊക്കെ ചെയ്യും, പക്ഷേ അയൽവാസി പട്ടി നടന്നാലും തിരിഞ്ഞു നോക്കൂല, അള്ളാൻ്റെ അടുക്കലോ ദോഷമായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇതൊക്കെ വലിയ വർത്താനല്ലേ. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യിൻ. ദോഷിയാകുമ്പോഴാണ് മനസ്സിൽ കരുണയില്ലാതെയാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക് മുഅ്മിനീങ്ങൾ, ചിന്തിക്ക്. ഹസനും ഹുസൈനും രണ്ട് കുട്ടികൾക്ക് രോഗമായി. അപ്പോൾ റസൂലുള്ള പറഞ്ഞ് 3 ദിവസങ്ങൾ നോമ്പോൽക്കാൻ നേർച്ചയായിക്കളി, കുട്ടികളെ ദീനം മാറും. അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ സൗകര്യമുള്ള ആശുപത്രിയും കാര്യമൊന്നും ഇല്ല, അതിന് കൊണ്ടുപോകാനുള്ള കഴിവും അവർക്കില്ല. 2 കുട്ടികൾക്ക് ദീനമായി, ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും. അപ്പോൾ ഫാത്തിമ ബീവിയും, മനസ്സിലായില്ലേ, അലി റളിയല്ലാഹു അൻഹും കുട്ടികളെ ദീനം മാറാൻ വേണ്ടി നോമ്പോൽക്കാൻ നേർച്ചയാക്കി. അങ്ങനെ കുട്ടികളെ ദീനം മാറി. അങ്ങനെ ദീനം മാറി. അപ്പോൾ പിന്നെ അവർക്ക് നോമ്പ് വെൽക്കണം. അങ്ങനെ അവർ നോമ്പ് വെൽക്കാൻ വേണ്ടി നിന്നു. ഒരു ദിവസം നോമ്പ് വെച്ചു. ഒന്നുമില്ല, അത്താഴം കേൾക്കാനൊന്നുമില്ല, പക്ഷെ നോമ്പ് നേർച്ചയാക്കിയതാ. നോമ്പ് വെൽക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അങ്ങനെ കുട്ടികളെ ദീനം മാറിയ ഉടനെ ഇവർ രണ്ടാളും നോമ്പ് വെൽക്കുക. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ. അങ്ങനെ എവിടുന്നോ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കുറച്ച് ഗോതമ്പ് കിട്ടി. അത് പൊടിച്ചിട്ട് എന്താക്കി, അതുകൊണ്ട് പത്തിരി ചുട്ടു. ആ പത്തിരി നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടി പള്ളിയേക്കാണ് പോയി അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി ഇവിടെ നിസ്കരിച്ച് കാത്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം വന്നു. എന്തിന്? പത്തിരി തിന്നണം. കാരണം ആകെ കുറച്ച് പൊടിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയ പത്തിരിയാണ്. ഫാത്തിമ ബീവിയുണ്ട്, അലി റളിയല്ലാഹു അൻഹു, കുട്ടികളേതായാലും ഉണ്ട്. അപ്പം തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വന്നു.
അപ്പോൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഇതാ നിങ്ങളെ വാതിൽക്കൽ വന്ന മിസ്കീനാണ് ഞാൻ, എന്നെ സഹായിക്കേ നബി കുടുംബമേ, ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ എടുത്തു വച്ച പത്തിരി ചുരുട്ടി മടക്കിയിട്ട് എന്നിട്ട് അവര് പച്ചവെള്ളം കുടിച്ച് മുമ്പ് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇനി നീർച്ചയാക്കിയതാ, നാളെ നോൽക്കണം പറ സുന്നത്തോമ്പാ, പക്ഷെ നീർച്ചയാക്കിയതാ, മറ്റന്നോ നോക്കണം. അത്താഴമൊന്നും കഴിച്ചില്ല, വീണ്ടും നോമ്പ് വെച്ച് ഉള്ളത് കെട്ടിക്കൊടുത്തയച്ച്. അങ്ങനെ എവിടുന്നോ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ഗോതമ്പ് ധാന്യം കിട്ടി അലി റളിയല്ലാഹു അൻഹുവിന്. അത് പൊടിയാക്കി അത് മാവാക്കി കുഴച്ച് അതുകൊണ്ട് അന്നും ഒരു പത്തിരി ഉണ്ടാക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഗ്‌രിബിയുടെ ബാങ്ക് കൊടുത്ത് വെള്ളം കുടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. സയ്യിദ്ന അലി, ഫാത്തിമ ബീവി ഇവിടെ ഇരുന്ന് നിസ്കരിച്ച് അലി വന്നാ ഉടനെ ഭക്ഷണം കേൾക്കാം, മക്കളെ ഉപ്പപ്പോ വരും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇപ്പൊ പള്ളിയിൽ പോയിട്ട് വേഗം വന്ന് മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ വന്ന്. കാരണം ഇന്നലെ തന്നെ ഒന്നും മനസ്സിലായില്ല, ഇന്നലെ തന്നെ ഒന്നും തിന്നിട്ടില്ല. അതൊരു മിസ്കീന് കൊടുത്തു. നോമ്പാണ്, 2 ദിവസം നോമ്പ് പറ്റു, ഒന്നും തിന്നിട്ടില്ല, പച്ചവെള്ളം കുടിച്ചതാ. അങ്ങനെ വന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും റളിയല്ലാഹു അൻഹാ ഹസൻ ഹുസൈനും റളിയല്ലാഹു അൻഹുമാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇന്ദൽ ബാബി വാതിൽക്കൽ എന്നിട്ട് പറഞ്ഞു അബി തോഫിയ വസ്തു ഷഹിദ അബീക്കും മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹുദിൻ. എൻ്റെ ബാപ്പ ഉഹദിയുടെ ദിവസം നിങ്ങളെ ബാപ്പയായ മുത്തുനബിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ഷഹീദായിട്ടുണ്ട് ഉഹദിൽ. ഞങ്ങൾക്കിപ്പോൾ ആരുമില്ല, അങ്ങനെ വന്നതാണ് കാരണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? 2-ാം ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വാതിൽക്കൽ. ആ കുട്ടി പറഞ്ഞ് റസൂലുള്ളാഹിനോട് കൂടെ യുദ്ധത്തിന് പോയ പടയിൽ എൻ്റെ ബാപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ 70 ആൾ ഷഹീദായ കൂട്ടത്തിൽ ഒന്ന് ഷഹീദായത് എൻ്റെ ബാപ്പയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിവാഹവും ഇല്ല. അപ്പൊ വേഗം ഈ പത്തിരി കെട്ടിയിട്ട് ആ കുട്ടി കൊടുത്തയച്ചു. അന്നും പച്ചവെള്ളം കുടിച്ച് മുമ്പ് പറ്റ്, പച്ചവെള്ളം അത്താഴത്തിനും കഴിച്ച്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? തലേന്നും ഇല്ല, പിറ്റേന്നുമില്ല, ഇനി ഒരു നോമ്പും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ 3-ാം ദിവസം പറ്റ കുഴങ്ങി നോമ്പ് വെച്ച്. നോമ്പ് തുറക്കാൻ വേണ്ടി എന്നെങ്ങനെയോ കഷ്ടപ്പെട്ട് ലേശം ധാന്യം കിട്ടി, അത് പൊടിച്ച് മാവാക്കി കുഴച്ച് പത്തിരിയാക്കി മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ 3-ാം ദിവസം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നു. പത്തിരി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. ഞാൻ ജയിലിലായിരുന്നു, ജയിലിൽ നിന്ന് വിട്ട് വരികയാണ്, ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല. അപ്പൊ വേഗം ആ പത്തിരി കെട്ടി അയാൾക്ക് കൊടുത്തു. അപ്പോൾ മുത്ത റസൂൽ അങ്ങനെ പള്ളിയിൽ നിന്ന് വന്നു. ഇതാ ജിബ്രീൽ വന്നിരുന്നു, നിങ്ങളെ കർമ്മം കാരണം അല്ലാഹ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ത് കർമ്മങ്ങൾ ചെയ്തത്? എനിക്കൊരായത്തിറങ്ങിയിട്ടുണ്ട്. ആ ഇറങ്ങിയ ആയത്താണ് സൂറത്തു ദഹ്റിലെ ആയത്ത്. ويطعمون طعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. റസൂലുള്ളാഹി കരഞ്ഞുപോയി. കാരണം എണീറ്റ് കമ്മിയാതായിട്ടുണ്ട്. 3 ദിവസം രാവും പട്ടിണി പകലും പട്ടിണി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്, മുഅ്മിനീങ്ങളെ കരുണയേക്കാൾ വലിയ ഒരു ദീനില്ല. ഏറ്റവും വലിയ ദീന് കരുണയാണ്. അത് നായക്ക് വെള്ളം കൊടുത്താലും കൂലി കിട്ടും, ഉറുമ്പിന് കൊടുത്താൽ കൂലി കിട്ടും, ഉറുമ്പിന് കൊടുത്താൽ കൂലി കിട്ടും. ഒരു ഉറുമ്പിൻ്റെ പള്ളവേദന മാറ്റിയാൽ, വിശപ്പ് മാറ്റിയാൽ സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറുമ്പിന് കൊടുത്താൽ കൂലി കിട്ടും, ഉറുമ്പിന് കൊടുത്താലും കൂലി കിട്ടും. ഉറുമ്പിനെ പോലും കാരണമില്ലാതെ കൊന്നാൽ നരകം കിട്ടും. അതും അള്ളാഹിന്റെ സൃഷ്ടിയാണ്. ഒരു ഉറുമ്പിന് കാരണമില്ലാതെ കൊല്ലാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഖുർആനിൽ 114 സൂറത്തിൽപ്പെട്ട ഒരു സൂറത്ത് നംലത്താണ്, സൂറത്തു നംലാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഉറുമ്പ്.
ഒരു സൂറത്തിൻ്റെ പേര് ഉറുമ്പ്, ഒരു സൂറത്തിൻ്റെ പേര് എട്ടാലി, അങ്കബൂത്ത്, ചിലന്തി. ചിന്തിക്കണം. ഒരു സൂറത്തിന്റെ പേര് നഹ്ല്, തേനീച്ച. ഒരു സൂറത്തിന്റെ പേര് ചിലന്തി, ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്. ഇതിലൊക്കെ ഉണ്ട് നന്മ, എല്ലാം നന്മ ഉണ്ട്, ഇതിലൊക്കെ നന്മ ഉണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തിനു കൊടുത്താലും കൂലിയിട്ടു. ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് പോരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മെല്ലെ അവിടെ നിന്ന് പോരാണ്. എനിക്കത് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തീരല്ല. എന്തുകൊണ്ട്? ഇത്ര നന്മയുള്ള ഒരു സംഗതിയില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ അവൻ്റെ സഹജീവികളോട് കാണിക്കുന്ന കരുണയാണ്. കുഴഞ്ഞവൻ്റെ കുഴക്ക് തീർക്കുക. وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. فلقتهم العقبة. നരകത്തിൻ്റെ മുകളിലുള്ള പാലം എങ്ങനെയെങ്കിലും ഒന്ന് നോക്കിക്കൂടെ മനുഷ്യന്മാർ? വമാദ്റാക്കമൽ അഖബ. നരകത്തിൻ്റെ മേൽപ്പാലം കടമ്പയും എങ്ങനെ കടക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അത് ഫക്കു റഖബ, കുഴങ്ങിയവൻ്റെ പെരടി ഉയർത്തി കൊടുക്കലാണ് എന്നുള്ള മാർഗം. അടിമയെ മോചിപ്പിക്കൽ, അടക്കം, അതൊക്കെ ഇൽപ്പെടും. അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ നാളിൽ ഭക്ഷണമാതി കാര്യങ്ങൾ കൊടുക്കുക. ആർക്ക്? യതീമൻ ദാ മഖ്റബ, നിന്റെ കുടുംബത്തിൽപ്പെട്ട യതീമിനോ. ഔ മിസ്കീനൻ ദാ മത്റബ, മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനിനോ. കുഴഞ്ഞോന്റെ കുഴക്ക് മാറ്റി കൊടുക്കുക. കുഴഞ്ഞോന്റെ കുഴക്ക് മാറ്റുക. കടമുള്ളവന്റെ കടം വീട്ടി കൊടുക്കുക. ഒരുത്തന്നെ മകളെ കെട്ടിച്ചു, ഇപ്പോഴും കടത്തിലാണ്. അപ്പം എല്ലാവരും കൂടി ആ കടം വീട്ടി കൊടുത്തു. അപ്പം അവർ ഭാര്യയും ഭർത്താവും കൂടി ഒരു മോളെ കെട്ടിച്ചു. തന്തയും തള്ളയും കഷ്ടപ്പെട്ടു. കണ്ടവരോട് മുഴുവനും പറഞ്ഞും ചിരിച്ചും എല്ലാവരും വാതിൽക്കൽ പോയി മോളെ കുട്ടീനെ കെട്ടിക്കാണ്ട് ഒക്കെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വന്ന്, എന്നിട്ട് തന്നെയും 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ അവസാനം കടായി. അപ്പോൾ അത് നമ്മൾ 10 ആൾ അറിഞ്ഞു. അങ്ങനെ കടാണ്. അവർക്കാകട്ടെ 1.5 ലക്ഷം പോയിട്ട് 1500 റുപ്യ കടം വിട്ടാലോ ഒപ്പുമില്ല. ജ്വല്ലരിക്കാർ പറഞ്ഞു ഞങ്ങളെ പൈസ കിട്ടണം 2 ആഴ്ച കൊണ്ടില്ല, അല്ലെങ്കിൽ പെൺകുട്ടിൻ്റെ പേരിൽ പോയി മാല ഞങ്ങൾ കഴിച്ചുകൊണ്ടു. ഇത് നമ്മൾ 10 ആൾ അറിഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾ ഏറ്റിക്കാപ്പിരിക്കാൻ പോകുകയല്ല വേണ്ട. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ. പിന്നെ നമ്മൾ താടി നീട്ടിയിട്ട് വലിയ ബാലന്താലിയൊക്കെ കെട്ടി ഏറ്റിക്കാപ്പിരിച്ചാൽ ഒരു കൂലിയും കിട്ടൂല. നമ്മളെ തലക്ക് കുറച്ച് തെരുക വെച്ച തണുപ്പുണ്ടാവും, അല്ലാതൊന്നും ഉണ്ടാവില്ല. നമ്മളവിടെ ചെയ്യേണ്ടത് വെയിൽ കൊണ്ട് നടന്നിട്ട് മനുഷ്യന്മാർ 10 ആളെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? തന്നാലില്ല കുഞ്ഞാമ്മനൻ്റെയും അയമോട്ടിൻ്റെയും കൂടെ മാളെ കെട്ടിച്ചിൽ 1.5 ലക്ഷം റുപ്യ കടണ്ട്. ഒന്നാട് കൊടുക്ക് എന്നറിയാം. എല്ലാവരും കൂടിയപ്പോൾ ആ പൈസ കൊണ്ടേ കൊടുത്ത്. അപ്പോൾ ഒരു 2 ആളും ഭാര്യയും ഭർത്താവും കൂടിയും വാതിലടച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞ് കടം വീട്ടിക്കഴിഞ്ഞാൽ അവർ അകത്ത് കയറിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. ആ അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ. അതാണ് മീസാൻ എന്നർക്കാൻ. അല്ലാതെ നമ്മൾ മൂക്കിൽ വിരലിട്ടിട്ട് മേറാബിൽ ഇരുന്ന് പറയുന്ന അൽഹംദുലില്ലാ മീസാൻ എന്നർക്കുന്നല്ല പറഞ്ഞതിന് വേന. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോന്ന് പറയേ. മൂല്യർക്കാക്ക പള്ളിയിൽ നിന്ന് അൽഹംദുലില്ലാ എന്നറിയുമ്പോൾ കുടുങ്ങിയിട്ടുണ്ടല്ലോ, പോകാനും വയ്യ. അങ്ങനെ ഉണ്ടല്ലോ അൽഹംദുലില്ലാ. അത് മീസാനിൽ നടക്കൂല, ഒന്നിനും നടക്കൂല. ഈ അൽഹംദുലില്ലാ മീസാനെ നടക്കും. ഈ ഭാര്യയും ഭർത്താവും കൂടി മകളെ കെട്ടിച്ച കട നമ്മൾ 10 ആൾ കൂടിയിട്ട് എന്താക്കി പറയും മനുഷ്യന്മാരെ. വീട്ടിൽ അതിന് നമ്മൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. പക്ഷെ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരുത്തൻ കച്ചവടക്കാരനാണ്, ഒരുത്തൻ 10 റുപ്യേൻ്റെ കുരുമുളക് വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ കാപ്പി വിറ്റിട്ടുണ്ട്. ഓൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടാവും. വന്ന് എല്ലാവരും കൂടി പോയി പറഞ്ഞു. പിന്നെ അയമൂട്ടിൻ്റെ കടം വീട്ടണം. ഓനെ ജ്വല്ലറിക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓന് നമ്മളല്ലാതെ ഒരാൾ കൊടുക്കാനില്ല. എന്തിനാണ് കൊടുക്ക്? അപ്പോൾ ഓൻ പറഞ്ഞു 25,000 ഞാനേറ്റ്. അപ്പോൾ മറ്റവനെ കണ്ട് മറിച്ചവനെ കണ്ട് ഏതായാലും ഒരു 4 ദിവസം നടന്നപ്പോൾ ആ 1.5 ലക്ഷം ഉറുപ്പിയുടെ കൈ തീർന്ന്.
വേഗം ജ്വല്ലറിക്കാരൻ്റെ മേശപ്പുറത്തിട്ട് കൊടുത്ത്, ഇനി മാല അയക്കൂലല്ലോ, കഴിക്കൂല, ഖലാസ് നിർത്തിക്കളാം. അതിനെ ബില്ലും വാങ്ങി വരെ പെരയിൽ പെയ്ഡ് എന്ന് പറഞ്ഞ ബില്ലും വാങ്ങിപ്പോൾ മറ്റൊരു പെരയിലും കൊണ്ടേ കൊടുത്ത്, ഞാൻ മൂട്ടി ഇതിന് പള്ളിയൊക്കെ വരാതൊക്കെ ഉണ്ടാകും. കടക്കാർ വരുന്ന വിചാരിച്ചാൽ പള്ളിയൊക്കെ വരെ രണ്ടാഴ്ചയിൽ വരുന്നില്ല. അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങോട്ട് ഇജ്ജ് പള്ളിയൊക്കെ വാ, നീ ഇതിന്റെ പേര് പുറത്തിറങ്ങാതിരിക്കണ്ട. ആ ബില്ല് അവരെ കെട്ടി കൊടുത്ത് കഴിഞ്ഞ്. അപ്പൊ അവര് പറയുന്നുണ്ട്, പറയും മനുഷ്യന്മാരെ, പറയും അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ മുഹമ്മദ് മുസ്തഫ. അല്ലാതെ നമ്മൾ പള്ളിക്കന്ന് ഇങ്ങനെ മൂക്കിൽ വിരലിട്ട് പറയണ അൽഹംദുലില്ലാഹ് മുഴുവനും കൂടി മീസാൻ ഇറക്കും എന്നല്ല പറഞ്ഞേ. നമ്മൾ ദുന്യാവുമല്ല ആഖിറല്ലാതെ അന്തം മുട്ടൽ അൽഹംദുലില്ലാഹ് അറിയലുണ്ട്. അതല്ലത്. ആ അൽഹംദുലില്ലാഹ് നമ്മളെ മീസാനെ നിറച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും, മനസ്സിലായില്ലേ? അതാണ് അൽഹംദുലില്ലാഹ്. അതിന് ഭയങ്കര വിലയാണ്. ഒരു പെൺകുട്ടിന്റെ ബാപ്പ മരിച്ച്, ഉമ്മയാണ് പോറ്റണത്, അവിടെയില്ല ഇവിടെയില്ല. അതാണല്ലോ ബാപ്പ മരിച്ചാല് അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്ക്, നമ്മക്കൊക്കെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ അതിനൊരു കഞ്ഞിക്കലാക്കി കൊടുത്ത്, ഒരു നല്ല പുതിയാപ്പള്ളം കണ്ട അതിൽ ഏൽപ്പിച്ചു കൊടുത്ത്. അപ്പൊ എന്ത് ചെയ്ത്, ആ തള്ള ആ കുട്ടികൾ രണ്ടാളുമാണ് കല്യാണം കഴിഞ്ഞ് അവരവരെ വഴിക്ക് നാളെ പോയാൽ ആ തള്ള നിങ്ങളാരും കേൾക്കാതെ പറയണവര് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അത് മീസാൻ നിറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് മീസാൻ ഇറക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ഞാൻ ഒറ്റക്കത് ചെയ്യാൻ കഴിയൂല. എൻ്റെ കുട്ടിയും എൻ്റെ പുതിയാപ്പള മരിച്ചപ്പോൾ ഇതിനെ എങ്ങനെ കെട്ടിക്കൊണ്ട് ഞാൻ വിചാരിച്ചതാണ്. അല്ലാഹ് വഴി കാണിച്ചില്ലേ റബ്ബേ, അൽഹംദുലില്ലാഹ് എന്നൊരു പറഞ്ഞാൽ മതി. ആ അൽഹംദുലില്ലാഹ് ആർക്കൊക്കെ ഏൽക്കോ അവർക്കൊക്കെ അത് ഏൽക്കും. അവർക്കൊക്കെ ഖബറിൽ അത് മതിയോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞു? കാരണം അല്ലാഹു അർഹമുർ റഹീമീനാണ്. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് ആര്? അല്ലാഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ നീട്ടുന്നില്ല. അപ്പം വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല. മനുഷ്യന് സ്വർഗത്തിൽ എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല. സ്വർഗത്തിൽ പോകാനുള്ള വകുപ്പ് നമ്മളെ കാലിൻ്റെ ചോട്ടിലുണ്ട്. അത് നമ്മൾ ചിന്തിക്കൂല. ചിന്തിക്ക്. സ്വർഗത്തിൽ പോകാനുള്ള വകുപ്പ് വളരെ വിശാലാണ്. ചിന്തിക്ക്. കുഴഞ്ഞോൻ്റെ കുഴക്ക് തീർക്കുക. നമ്മളെ നാട്ടിലൊരു വേലായുധനും യശോദയും പാർക്കുന്നുണ്ട്. സങ്കല്പിക്ക്. നമ്മളെ പെരകളൊക്കെ നന്നാക്കി. വേലായുധനും യശോദൻ്റെയും പുരക്കാലം വരെ നന്നാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാലിന്യം പറ്റി തീരുമാനിച്ചു ആ പുര നന്നാക്കി കൊടുക്കുക. പള്ളിയിൽ നിന്ന് പിരിവിട്ട് മോലിയർ പറഞ്ഞ് വേലായുധൻ്റെ പുര നന്നാക്കി കൊടുക്കണം, അതിന് പിരിവ്. ചിന്തിക്കും. അപ്പം എല്ലാവരും സഹായിച്ച്, പിന്നെയും സഹായിച്ച്. വേലായുധം മാപ്പിളാകണമെന്ന് നമുക്കില്ല. അതോനും ഓൻ്റെ റബ്ബും നമ്മളുടെ മശിയത്താണ്. അതിൽ ഇടപെടേണ്ട ആവശ്യം നമുക്കില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നമുക്കൊരു ബാധ്യത ഉണ്ട്. നമ്മളെ നാട്ടിലൊരു വേലായുധൻ്റെ പെര, നമ്മളെ പെരയൊക്കെ നന്നായിട്ട് ഓമ്പൻ്റെ പെര മാത്രം ചോർന്നൊലിക്കുന്നതാകാൻ പാടില്ല. മനസ്സിലായില്ലേ? പള്ളിൻ്റെ മേറാബെന്ന് മോലിയർ പറഞ്ഞ് പിരിവെടുത്ത്, പിറ്റത്തെ വെള്ളിയാഴ്ചയും പറഞ്ഞ് പിരിവെടുത്ത്. ചില ആളുകൾ മോലിയരോട് തന്നെ ചൂടാവും. ഞങ്ങൾക്ക് തന്നെ ഈ വേലായുധൻ്റെ വർത്താനം ഈ ജുമാൻ്റെ നേരത്തെ പറയാനുള്ളൂ. ആ തല്ലും മോലിയർ കൊള്ളണം. എല്ലാരെ തല്ലും വാങ്ങാനാണല്ലോ മോലിയരാണ്. മനസ്സിലാണല്ലേ പറഞ്ഞത്? അവിടെ മൂപ്പര് ചിരിക്കും, സാരല്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു 2 ആഴ്ച 4 ആഴ്ച 10 ആഴ്ച വേലായുധൻ്റെ പിരിവ്. ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെങ്കിലും ഇത് പറയും. ജുമാന്റെ നേരത്തും ഈ വേലായുധൻ തന്നെ പറയാനുള്ള മോലിയരെ. ആ മോലിയർ ഇവിടുന്ന് നാടിലേക്ക് ഇറങ്ങി ചെന്നാൽ മതിയോ? ആ മോലിയർക്ക് അത് മതിയോ? എന്തുകൊണ്ട്? അല്ലാഹു റഹ്മാനാണ്. മുസ്ലിമിന് മാത്രം കരുണ ചെയ്താനല്ല, എല്ലാവർക്കും കരുണ ചെയ്യാനാണ്. ആര് പറഞ്ഞത്? പറ കുട്ടി. അല്ല പറഞ്ഞല്ലടാ. അല്ലല്ലടാ പറയേണ്ടത്. അല്ല അങ്ങനെയാടാ പറഞ്ഞത്. അപ്പൊ വേലായുധനും യശോദയും താക്കോലാണ്ട് കൊടുത്ത്, ആ പേരാണ്ടാക്കി താക്കോലാണ്ട് കൊടുത്ത്. അപ്പൊ അവര് പറഞ്ഞു ഗുരുവായൂരപ്പാന്ന് പറഞ്ഞു. അവൻ അത്രേ അറിയുള്ളൂ ഗുരുവായൂരപ്പാന്ന്. കേട്ടത് ആരാണ്? അല്ലയാണ്. ഉത്തരം തരേണ്ടവൻ ആരാണ്? അല്ല. ഓനതേ അറിയുള്ളൂ. ഗുരുവായൂരപ്പ, കൃഷ്ണ, ഇതൊക്കെ ഓനറിയുള്ളൂ. സ്വീകരിച്ചവൻ ആരാ? അല്ല. തിരിച്ചും
കാരണല്ലാതെ വേലാജന്റെ കരണ കുത്തി കൊന്നാണ്ട് കൊടുത്തു. അപ്പോഴും പറഞ്ഞിരിക്കുക കൃഷ്ണ ഗുരുവായൂരപ്പാറും എങ്കിൽ പിറ്റേന്ന് രാവിലെ എന്നെ പാളർച്ച് തല്ലും. ആര്? ആര്? അള്ളാഹു. അള്ളാഹ്ക്ക് അവിടെ മുശ്രിക്ക് മുസ്ലിം ഒന്നും കണക്കൊന്നുമില്ല. ഇത്തഖു ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തെങ്കിലും വിചാരിച്ച് ദുനിയാവിനെ മുഴുവൻ ആക്രമിക്കുന്ന ദീനല്ല ഇസ്ലാം. ഇപ്പൊ ഇന്നലെ 40-40 ആളുകളെ കൊന്നല്ലോ ഒരുത്തൻ ന്യൂസിലൻഡിൽ ഇല്ലേ? കൊന്നില്ലേ? കൊന്നില്ലേ? നേരെ മറിച്ച് ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിലോ ഒരു ക്രിസ്ത്യാനിയുടെ ചർച്ചിലോ കയറി ഒരു മുസ്ലിമാണ് അത് ചെയ്തതെങ്കിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർ ഇന്ന് നേരം വെക്കുമ്പോഴത്തേന് ഫത്വ ഇറക്കിയിട്ടുണ്ടാവും, ഓൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കമാലിയത്ത് എന്ന് പുറത്താണ്. എന്തേ പറയില്ലേ? ഒരു മുസ്ലിമായ മനുഷ്യൻ അത് ചെയ്യൂല. എന്തേ കരുണല്ലാത്തവന് ഒരിക്കലും ഇസ്ലാം എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതാണ് ഇസ്ലാം. വളരെ ചിന്തിക്കണം. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മളാൽ എന്തൊക്കെ ഒരു കരുണ ചെയ്യാൻ കഴിയാ ഒക്കെ ചെയ്യാം. വസ്സാലി ഇമാമ മരിച്ചതിന് ശേഷം ഇമാം വസ്സാലി തങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ടു. ഉസ്താദേ, എൻ്റെ നിങ്ങൾക്ക് അവളെ അവസ്ഥ വെച്ചു. അവസ്ഥയൊക്കെ വളരെ നല്ലതാണ് മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരവസ്ഥ ഖബറിലുണ്ടായത്? അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ നിസ്കരിച്ചോണ്ടോ നോമ്പോറ്റോണ്ടോ? അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് അള്ളാഹു തആല ഖബറിൽ സന്തോഷം തരാനുള്ള കാരണം എന്താ? കാരണം ഞാൻ കിതാബ് എഴുതാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഒരു രാത്രി ഒരു ചിരട്ടയിൽ കുറച്ച് മഷി പാർന്നു വെച്ചിരുന്നു. ആ മഷി കൊണ്ട് ഞാൻ ഇങ്ങനെ കിതാബ് എഴുതാൻ വേണ്ടി ഇരിക്കുന്ന നേരത്ത് ഒരു സംഘം പ്രാണികൾ വന്നിട്ട് ഈ ചിരട്ടയിലിരുന്നു. എന്നിട്ട് ഈ മഷി അവരിങ്ങനെ ഈമ്പി കുടിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി അവറ്റകൾക്കൊക്കെ ദാഹമുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു മഷിയില്ല. എന്നാലും ഞാൻ ആ മഷിയാണ് തീർന്നാൽ പിന്നെ എനിക്ക് ആ രാത്രി എഴുതാനില്ല, കിതാബെഴുത്ത് മുടങ്ങും. എന്നാലും ഞാൻ അവറ്റകളെ ആട്ടിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എന്തുകൊണ്ട്? ആ ജീവികൾക്ക് ദാഹമാറണം. ഞാൻ അന്ന് രാത്രി കിതാബ് എഴുതിയില്ല. ഖബറിലെത്തിയപ്പോൾ മുങ്കർ നക്കീറിനെയും അള്ളാഹു പറഞ്ഞേച്ച് മലക്കുകൾ എന്നോട് വന്ന് പറഞ്ഞ്, ആ രാത്രി ചിരട്ടയിൽ ശേഷിച്ച ആ മഷിയുടെ ബാക്കി പ്രാണികൾക്ക് കൊടുത്തവനായ നിന്റെ മനസ്സിന്റെ കരുണ അള്ളാഹ് കണ്ടിട്ടുണ്ട്. നിനക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഉപകരിച്ചത് ആ ചിരട്ടയിലെ ഒരു തുള്ളി മഷിയാണെന്ന് ഇമാം ഗസാലി ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ലോകം കണ്ട ഇമാമാണ് ഗസാലി ഇമാം. എനിക്ക് ഏറ്റവും ഉപകരിച്ചത് ചിരട്ടയിലെ ഒരു തുള്ളി മഷിയാണ്. അതുകൊണ്ടാണ് ഖബറിൽ എനിക്ക് സന്തോഷം ഉണ്ടായത്. ശിഷ്യനെ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു. ആര്? ഇമാം ഗസാലി. ഒരു ചിരട്ടയിൽ കണ്ടിട്ട് മഷി. ആയിരക്കണക്കായ നന്മ വേറെ ചെയ്തിട്ടുണ്ട്, കിതാബും ദർസും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപകരിച്ചത് ചിരട്ടന്റെ മൂട്ടിലുള്ള ഒരു തുള്ളി മഷി. ആർക്ക് കൊടുത്ത്? പ്രാണികൾ കൊടുത്ത്. ആ രാത്രി ഞാൻ കിതാബ് എഴുതിയില്ല. എന്ത് കാരണം? എനിക്ക് ഇറ്റകളെ ഞാൻ ആട്ടിയില്ല. കാരണം ഇവറ്റകൾക്ക് ദാഹമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവറ്റകളെ ആട്ടിയില്ല. എൻ്റെ മഷി ഐറ്റങ്ങൾ തീർത്തു. കിതാബ് എഴുതാൻ കഴിഞ്ഞതുമില്ല. അതിന് ഞാൻ ബേജാറും ആയില്ല. എന്നാലും ഐറ്റകളെ ദാഹം മാറ്റിയാലോ അത് അള്ളാഹു എനിക്ക് എന്നെ വല്ല ഇഷ്ടപ്പെടാൻ കാരണമായി എന്ന് ഇമാം ഗസാലി. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ എന്തായി പറയണതൊക്കെ? ഒരു കരുണ മുടക്കരുത്. ഈ ലോകത്തെ ഏറ്റവും വലിയ മോശപ്പെട്ടവൻ വഴി മുടക്കണവനാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ മോശപ്പെട്ടവൻ വെള്ളം മുടക്കണവനാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വെള്ളം മുടക്കുക, വഴി മുടക്കുക, ഒന്നും ചെയ്യരുത്. ഒക്കെ കരുണ കാണിക്കണം. എന്തിനൊക്കെ നമുക്ക് കരുണ ചെയ്യാൻ പറ്റുമോ? അപ്പം ഇപ്പം നമുക്ക് തോന്നുന്നു നമ്മളെ മസിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആരും വേണ്ട. പക്ഷേ ഇതൊക്കെ കുറച്ച് കമ്മിയായാൽ നമുക്ക് ഈ ലോകത്തെ തിരിയും. ഞാൻ നീട്ടി പറയുന്നില്ല ജനങ്ങളെ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയാണ്. അള്ളാഹു ആ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം. മുസ്ലിം കേരളത്തിൻ്റെ എല്ലാമായിരുന്നു സമസ്തയുടെ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് ഖാദി. സമസ്തയുടെ മാത്രം, വേറെ ഒരു മഹല്ലിനും ശിഹാബുനങ്ങൾ ഖാദിയല്ല. സമസ്തയുടെ ഖാദിയായിരുന്നു ആര്? ശിഹാബുനങ്ങൾ. സമസ്തയുടെ ഖാദി. സമസ്ത കേരളത്തുലമ തങ്ങൾ പറഞ്ഞാലേ മാസം ഉറപ്പിക്കുള്ളൂ, തങ്ങൾ പറഞ്ഞാലേ ഓമ്പോൽക്കുള്ളൂ, തങ്ങൾ പറഞ്ഞാലേ പെരുന്നാളേക്കുള്ളൂ. അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? സമസ്തയുടെ ഖാദിയായിരുന്നു ആര്?
സമസ്തയുടെ മേൽ ഏറ്റവും അധികാരമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ശിഹാബ്. സമസ്തയുടെ ആയിരക്കണക്കായ മഹല്ലുകളെ അടിയാധാരം ആ മനുഷ്യൻ്റെ പേരിലിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ നമ്മെ പ്രാപ്തമാക്കിയത് ഈ ഒരു കൂട്ടായ്മയാണ്. അപ്പം നമ്മളാക്കിയത് സമസ്തയാണ്. അത് നമ്മൾ മറക്കരുത്. നമുക്കൊരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയോ ഈ സമസ്ത എന്ന സാധനം ഇവിടെ ഇന്നൊന്നലെ ഉണ്ടായതുമല്ല. ഇവിടെ നന്മയെ തിന്മയാക്കുകയും തിന്മയെ നന്മയാക്കുകയും ചെയ്യാൻ വലിയ കഠിന പ്രയത്നം ചില ദോഷെതിർക്കുകളായ ആളുകൾ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളയും മറ്റുള്ള നിലവിൽ വന്നതാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാന്മാർ അതിന് നേതൃത്വം നൽകി. ഈ ഒരു നൂറ്റാണ്ട് കാലമായി മുത്തഖീങ്ങളും സാലിഹീങ്ങളും അതിനെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. മുത്തഖീങ്ങളാണ് അതിൻ്റെ കൂടെ, സാലിഹീങ്ങളാണ് അതിൻ്റെ കൂടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഏറ്റവും വലിയ കാര്യം സമസ്തയുടെ കൂടെ നിൽക്കണം. ഇന്നും അതിൻ്റെ നേതാക്കന്മാർ കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരാണ്. ജെഫിരി മുത്തുക്കോയ തങ്ങൾ തുറന്ന പുസ്തകമാണ്. സ്വാലിഹായ മനുഷ്യനാണ്. ഏതെതിരാളിക്കും ഒരു കുറ്റം പറയാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സാരിയങ്ങളാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അല്ലാന്ന് പറയാൻ ഒരു കുട്ടിക്കഴിയില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതൊരു ജനതയെയും ആ ജനതയുടെ ഇമാമിന്റെ നേതൃത്വത്തിലാണ് വിളിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. ഏതൊരു ജനതയെയും അവരെ ഇമാമിന്റെ നേതൃത്വത്തിലാണ് വിളിക്കുക. നമ്മളെ ഇമാമ് ജെഫിരി മുത്തുക്കോയ തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവർ സാലിഹീങ്ങളാണ്. ഒരാൾക്കും അഭിപ്രായക്കേടില്ല. ഒരാൾക്ക് ഇന്നൊരു അഭിപ്രായക്കേടില്ല. ഒരു എന്തൊക്കെ ദോഷം നോക്കുന്നവരും ആ മനുഷ്യന്മാരെ വ്യക്തി ജീവിതത്തിൽ കയറിയിട്ട് അവർ മോശമാണെന്ന് ഇന്നവരെ ഒരാൾ പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ കവർ ചെയ്യുന്ന കാലത്ത് അവരൊരു കുറ്റം കണ്ടുപിടിക്കാൻ ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ. വേറെ പലതും പറയും, അങ്ങനെ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അവിടെയാണ് രാഷ്ട്രീയമാണ് മറ്റേതൊക്കെ. അത് എന്ത് പ്രവർത്തിക്കണോനും എന്തുണ്ടാകും. എന്ത് പ്രവർത്തിക്കണോന് കുറ്റം ഉണ്ടാക്കാൻ കഴിയും. പ്രവർത്തിക്കുന്നവനൊരു കുറ്റം ഉണ്ടാവും, പണിയെടുക്കണോന് കുറ്റം ഉണ്ടാവും, വെറുതെ ഇരിക്കണോന് കുറ്റം ഉണ്ടാവില്ല. അത് പറഞ്ഞോട്ടെ. ഫലമുണ്ടെങ്കിൽ ആ മരത്തിനെ ജനങ്ങൾ കല്ലുകൊണ്ടും തറിയോണ്ടും എറിയും. അപ്പുറത്ത് ഒരു മാങ്ങ കായ്ക്കാത്ത മൂച്ചിക്ക് ഇക്കാലം വരെ ഒരേറും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാർ. രണ്ട് മാവുണ്ട്. ഒരു മാവ് എല്ലാ കൊല്ലവും പെരുങ്കായ്ക്കൽ കായ്ക്കും. മറ്റേ മാവ് അതിനേക്കാളും വലിപ്പുണ്ട്. ഇക്കാലം വരെ മൂപ്പര് ഒരു മാങ്ങ കഴിച്ചു നോക്കിയിട്ടില്ല. എന്നാൽ പറയും മനുഷ്യന്മാരെ, ഈ മാങ്ങ കായ്ക്കണം മാവിനെ കൈ കിട്ടിയാലൊക്കെ എറിയും. ഒന്നുമില്ല, പീടിക്കൊരു ചായപ്പൊടി വാങ്ങാൻ പോയി വണങ്ങി വരുന്നവനും കല്ലുകൊണ്ടൊന്നും എറിയും. അവന് മാങ്ങ വേണ്ട എന്നാലും ഒന്നും എറിയും. ആരെറിയില്ല പറയും മനുഷ്യന്മാരെ, ആരെറിയില്ല ആരെറിയില്ല. ഫലമില്ലാത്തവനറിയില്ല, ഫലമുള്ളവനെ എറിയുള്ളൂ. പഴം വേണ്ടവൻ എറിഞ്ഞോട്ടെ, ഒരു പ്രശ്നമല്ല. ഇത് പഴം കായ്ക്കുന്ന മരങ്ങളാ. ഇതൊക്കെ സമസ്തയുടെ നേതാക്കന്മാർ പഴം കായ്ക്കുന്ന മരങ്ങളാണ്, എറിഞ്ഞോട്ടെ. എന്നാൽ അവരെ വ്യക്തി ജീവിതത്തിൽ അവരിങ്ങനെ മോശമാണെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ശുദ്ധന്മാരാണ്, സ്വാലിഹ്യങ്ങളാണ്. സമസ്തയുടെ പ്രസിഡന്റ് സ്വാലിഹായ മനുഷ്യനാണ്. അള്ളാഹു അവർ ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ സ്വാലിഹായ മനുഷ്യൻ സമസ്തൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്ന് എനിക്കറിയാം. അതിനെതിരെ പറയാൻ ഈ ഭൂമിയിൽ ഒരാൾക്ക് കഴിയൂല. അറിയുന്നതുകൊണ്ട് ഞാൻ പറയണേ. ഞാൻ കടലാസ് വായിച്ച് പറയല്ല, ഞാൻ അവരെ അനുഭവിച്ച് പറയാണ്. അവർ സ്വാലിഹ്യങ്ങളാണ്, അവർ പടച്ചവനെ പേടിയുള്ള മനുഷ്യന്മാരാണ്. അള്ളാഹ് എന്ന് പറയുമ്പോഴത്തിന് വേദനിക്കുന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയും. അവരനുയായികളായില്ലേ നമ്മൾ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ നേതാവാരാ? കണ്യത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. ജീവിതത്തിൽ കറാത്ത് ചെയ്യാത്ത മനുഷ്യനാണ്. പിന്നെ നേതാവ് ശംസുൽ ഉലമയാണ്. അവർ CM-ൻ്റെയും കൂടി ഉസ്താദാണ്. വലിയുള്ളാഹി CM വലിയുള്ളാഹിൻ്റെ ഉസ്താദായിരുന്നു. ആര്? ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹ്. അപ്പം നമ്മളെ മാർഗം വളരെ കൃത്യമാണ്. അള്ളാഹു ആ മാർഗത്തിൽ നമ്മളാക്കി തരട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരുത്തനെ പിടിച്ചാൽ കരുത്തനെ പിടിക്കണം എന്നാണ്. അയിമ പിടിച്ചോളെ, അയിമ പിടിച്ചിക്കുക.
5 വക്ത് നിസ്കരിക്കുക, സുന്നിയായി ജീവിക്കുക. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ചേർക്കട്ടെ. സമയം താമസിച്ചതുകൊണ്ട് നീട്ടി പറയാൻ പാടില്ല, അതിൽ മാനയുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, അത്രേ പറയേണ്ട ആവശ്യവുമുള്ളൂ. അതിനപ്പുറം ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മഹാനായ ആനമങ്ങാട് ഉസ്താദ് അനവധി കൊല്ലം നിന്ന ഒരു മഹല്ലാണിത്. ആ മഹല്ലേക്ക് സമസ്ത പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലേ, ഇവിടെ നിന്നിട്ടില്ലേ? അദ്ദേഹം ചെല്ലിനോടത്തൊക്കെ സമസ്ത ഉണ്ടാക്കും. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു. പിന്നെ നിസ്വാർത്ഥനായിരുന്നു. അദ്ദേഹം ഒരു നിസ്വാർത്ഥനായ മനുഷ്യനായിരുന്നു, ഭയങ്കര നിസ്വാർത്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമല്ല, അള്ളാഹ് എന്ന ലക്ഷ്യത്തിൽ ചെല്ലിനോടത്ത് മുഴുവനും അള്ളാഹിൻ്റെ അടയാളം ഉണ്ടാക്കാതെ ആ മനുഷ്യൻ പോയിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? നിസ്വാർത്ഥനാണ്, യാതൊരു ലക്ഷ്യമല്ല മനുഷ്യന്. പാവെന്ന് പറഞ്ഞാൽ പച്ചപ്പാവാണ്. ബഹുമാനപ്പെട്ടവർ ഒരു പച്ചപ്പാവ മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹം ഒരുപാട് കൊല്ലം നിന്ന മഹല്ലല്ലേ, ആ മഹലിനെ സമസ്തനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരെ വായിന്ന് കേട്ടിട്ടുണ്ടാവും. അവരെവിടെ പോയാലും അവിടെ സമസ്തനെ ഹയാത്താക്കും. അങ്ങനെ തന്നെയല്ലേ? എവിടെ അങ്ങനെ തന്നെയാണ്. ആ കുടുംബം തന്നെ അങ്ങനെയാണ്. ഒരേട്ടനാണ് ആനമാട് അദ്രഹ മുസ്ലിം, അവരും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അവർക്കൊക്കെ പ്രത്യേക ദറജകളേറ്റി കൊടുക്കുകയും ഖൈർ കൊടുക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഈ 2 കാര്യമാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ കരുണ നിങ്ങൾ തുടർത്തി കൊണ്ടുപോകണം. അത് നിങ്ങളെ മഹലിനൊരു വളർച്ചയായിരിക്കും. ഈ കൊല്ലം 1 കുട്ടിയാണെങ്കിൽ അടുത്ത കൊല്ലം 2 കുട്ടിയാക്കണം, പിന്നെ 4 കുട്ടിയാക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അതിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന് എതിര് പറയാതെ, അതിനാരും എതിര് പറയരുത്. നീ കൊല്ലം അറിയാതെ ആരെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം പറയരുത്. എന്തുകൊണ്ട്? അഹ്ലുൽ ജന്നത്തി സലാസ, 3 വിഭാഗം ആളുകളെ സ്വർഗത്തിലുണ്ടാകൂ. അൽ മുഹ്സിനു, ഒരു കരുണ ചെയ്തവൻ, വൽ മുഹിബ്ബു ലഹു, അതിന് ഒപ്പം നിന്നോർത്തവൻ, വൽ കാഫു അൻഹു, അതിന് വരുന്ന അപകടങ്ങളെ തടഞ്ഞവൻ. 3 ആളെ സ്വർഗത്തിലുണ്ടാവുള്ളൂ. വൽ മുഹ്സിനു, ഒരു കരുണ ചെയ്തവൻ. പിന്നെ വൽ മുഹിബ്ബു ലഹു, അതിനൊപ്പം നിന്നോർത്തവൻ, പൈസ കൊടുത്തും വാക്ക് കൊടുത്തും സഹായിച്ചവൻ. വൽ കാഫു അൻഹു, അതിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹരിച്ചവൻ. 4ാമത്തെ ഒപ്പുകാരൻ. സ്വർഗത്തിൽ ഏതൊരു മനുഷ്യനെ കണ്ടാലും 3-ലൊരു ആളായിരിക്കും. ഒന്നിരിക്കൽ ഒരു കരുണ ചെയ്തോനായിരിക്കും, അല്ലെങ്കിൽ കരുണ ചെയ്തപ്പോൾ ഒപ്പം നിന്നോടുത്തവനായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നത്തെ തീർക്കാൻ സഹായിച്ചവനായിരിക്കും. 4ാമത്തെ ഒരു ഗുണം മനസ്സിലാക്കി പറഞ്ഞത്, സ്വർഗത്തിൽ ഏത് മനുഷ്യനെ കണ്ടാൽ അയാൾ 3-ലൊരു ഗുണം ഉണ്ടാവുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. അഹ്ലുൽ ജന്നത്തി സലാസ, അൽ മുഹ്സിനു വൽ മുഹിബ്ബു ലഹു വൽ കാഫു അൻഹു എന്ന് മുഹമ്മദ് മുസ്തഫ. 3-4 ഗുണം ഉണ്ടാവും സ്വർഗക്കാർക്ക്. ഇബ്ലീസ് സ്വർഗത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവനൊരു കരുണ ചെയ്തിട്ടില്ല, കരുണ ചെയ്ത ആളെ സഹായിച്ചിട്ടില്ല, അവർക്ക് ആപത്ത് വന്നപ്പോൾ തടഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇബ്ലീസ് എവിടെ ഉണ്ടാവില്ല? സ്വർഗത്തിലുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവരൊരു കരുണ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തവനെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നമ്മളായിട്ട് ഉണ്ടാക്കരുത്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ സഹായിക്കുക, അവിടെ നിന്നൊടുക്കുക. ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് നോക്കാം. എന്തിനാ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിനെ അതിന് മഞ്ഞിപ്പോൾ പിരിച്ചടക്കേണ്ട ആവശ്യം എന്താ? എന്നാലും ഒരു പെൺകുട്ടിയെങ്കിൽ ഒരു കഞ്ഞിക്കലായ അത്രയല്ലേ. അൽഹംദുലില്ലാ, നിങ്ങൾ ഏതോളി കുട്ടികളെ നിങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞു. 10 ഉറുപ്യ ഒന്നും കൊടുത്തില്ല. ആരോ പീടിയക്കൊലയുമ്പോൾ ഒരു പിരിവിനിറങ്ങിയപ്പോൾ ആരോ എതിർത്തു. ഇനിയിപ്പോൾ നിങ്ങളാണ്ട് ഇറങ്ങിയിട്ട് വേണ്ടേ പെൺകുട്ടികളെ കെട്ടിക്കാം എന്ന് ഒരുത്തൻ എതിര് പറഞ്ഞപ്പോൾ മറ്റോൻ അപ്പുറത്ത് ചായയും പുട്ടും തിന്നുന്നുണ്ടായിരുന്നു. ഓൻ ആ പുട്ട് തൊള്ളയിലിടുന്ന ഇടയിൽ ഓൻ പറഞ്ഞ എന്ത്, നമ്മളൊക്കെ നിങ്ങളൊപ്പണ്ടടാ, നിങ്ങൾ പിരിച്ചോളിന്നറിഞ്ഞു. ഓൻ 10 പൈസ കൊടുത്തിട്ടില്ല. എന്നാലും ഓൻ എന്ത് പറഞ്ഞ് ഒരു വാക്ക് ഈശ ഉണ്ടാകുന്ന എങ്ങായി ഒരു നല്ല കാര്യത്തിന് വടി വെക്കണ് ഉണ്ടാക്കെങ്ങായി കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ട. ഒരു നല്ലതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനാ നിങ്ങൾ പിരിച്ചോളിയടാ, ഒരു കുട്ടിനെങ്കിലും കെട്ടിച്ച അത്രയും ആയില്ലേന്ന് പറഞ്ഞു. ഓൻ ആ പുട്ട് തിന്നതിൻ്റെ അടിയിലാണ് അത് പറഞ്ഞത്. ഓന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ പുട്ടിന് മേമ്പൊടിയായിട്ട് ഒരു വാക്ക് പോയിന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഓന് സ്വർഗം കിട്ടും. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? 10 പൈസ കൊടുക്കണ്ട, ഒരു വാക്കുകൊണ്ട് സഹായിച്ച്. എന്ത് നിങ്ങൾ പിരിച്ചോളിയടാ, നമ്മളൊക്കെ നിങ്ങളൊപ്പം കയറും. 1 ഉറുപ്പ്യ കൊടുത്തില്ല, നല്ലൊരു വാക്ക് കൊടുത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? 3-4 ഗുണം ഉണ്ടാവണം. ഒന്നിരിക്കൊരു നന്മ ചെയ്യുക, അല്ലെങ്കിൽ അതിന് കൂടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ സഹായിക്കുക. 10 പൈസയും കൊടുത്തില്ല. പക്ഷേ എന്താ നിങ്ങളിപ്പോൾ ഒരു പിരിവ് നടത്തിയപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് കേൾക്കണം, എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ഒന്നാണ്ട് ഇറങ്ങി. അതും മതി.
നമ്മളൊരു ഉസ്താദിൻ്റെ നാട്ടിൽ ആരോ ഹൗദിൽ ചാണകം കലക്കി. നമ്മളൊരു ഉസ്താദിൻ്റെ നാട്ടിൽ ആരോ ഹൗദിൽ ചാണകം കലക്കി. അപ്പോൾ പിന്നെ ഒരു സംഘർഷം ഉണ്ടായി. സംഘർഷം ഉണ്ടായപ്പോൾ ജമാഅത്തിന് വരുന്ന ആളുകളൊക്കെ പേടിച്ചിട്ട് ജമാഅത്തിനൊന്നില്ല. അപ്പോൾ അങ്ങാടിയിൽ കുറച്ച് പോട്ടർമാരുണ്ടായിരുന്നു. ഓര് ജമാഅത്തിനും വരില്ല, ജുമാക്കും വരില്ല. ഓര് നേരെ പള്ളിക്ക് വന്നു തരുന്നു. അങ്ങനെ ഹൗദിൽ ചാണകം കലക്കൊണ്ട് അമ്മക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. സംഘർഷം തീർന്നിട്ടാണ് ഓല് പള്ളിക്കെന്ന് പോയത്. ഓല് ജമാഅത്തിന് അന്നും വന്നില്ല, പിന്നെയും വന്നില്ല. ഇത് മതിയാ ഓർക്ക് സ്വർഗത്തിൽ കിടക്കാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ഹൗദിൽ ചാണകം കലക്കണോടുകൂടെ ആരോ കുബുദ്ധികൾ ചാണകം കലക്കി നാട്ടിൽ സംഘർഷം ഉണ്ടാക്കണോടുകൂടെ ബാങ്ക് കൊടുത്താൽ പള്ളിയൊക്കെ വരുന്നോല് പിന്നെ വരാതെയായി. കാരണം ഓല് ഫത്തുൽ മുഈനിൻ്റെ മസല വായിച്ചു നോക്കിയപ്പോൾ ഇടി, കാറ്റ്, മഴ പോലത്തെ ഒക്കെ ഒന്നുണ്ടാകുകയാണെങ്കിലോ പേടി കിട്ടുകയാണെങ്കിലോ കടക്കാർ ബുദ്ധിമുട്ടിക്കാണെങ്കിലൊന്നും ജമാഅത്തിൽ ശക്തമായ സുന്നത്തില്ല, പൊരേന്ന് നിസ്കരിക്കാവുന്നതാണ് എന്ന് മഹല്ലിലൊക്കെ ഇബാറത്തുണ്ട്. അതൊക്കെ വായിച്ച് മൂല്യന്മാരും എല്ലാവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരൊന്നും വന്നില്ല. ആര് വന്ന് പറേ? ഇടക്കിടക്കൊക്കെ കുറച്ച് മിനുങ്ങണ ആളുകളുണ്ടായിന് അങ്ങാടിയിൽ. ഓല് പള്ളിക്ക് വന്നു തരുന്നു. എന്നാ അങ്ങനെ വല്ല കോത്താമ്പികളുണ്ടെങ്കിൽ പള്ളിക്കല ഒന്നിന് ചാണകം കലക്കണ ആണുങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കാണണല്ലോ പറഞ്ഞു ഓനവിടെയാണ് ഉത്തരുന്നത്. ഇങ്ങനെ അതിന് ആളും ഉടമയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ചാണകം കലക്കണോല് പിന്നെ ആ വൈക്കോട്ട് വന്നില്ല. അങ്ങനെ ഇവര് 4 ദിവസം നിന്ന് അതാ സംഘർഷമൊക്കെ തീർന്നു. ചാണകമൊക്കെ ഒഴിവായി, പുതിയ വെള്ളം നിറച്ച് ഈമാൻദാരികൾ പിന്നെയും പള്ളിയൊക്കെ വരൽ തുടങ്ങി. മറ്റോര് പിന്നെയും അങ്ങാടിയിൽ കുതിരവിടലും തുടങ്ങി. എന്നാലും ഇവരല്ല പരിഗണിക്കും. എന്തേ? കുടുങ്ങിയ സമയത്ത് അവർ എവിടെ വന്നിട്ടുണ്ട്? കുട്ടി എവിടെ വന്നിട്ടുണ്ട്? ഒന്നിന് ചാണകം കലക്കിയേ നമ്മളെ മയ്യത്തണ്ട് എടുക്കേണ്ടി വരും എന്നോ പറഞ്ഞൊരിക്കൽ പാഞ്ഞു വന്നിട്ടുണ്ട്. ഓൻ ജമാഅത്തിനൊന്നും കൂടിയിട്ടില്ല, എന്നാലും ഓന് മതിയാവും. കാരണം ഒരു നന്മയെ ഓൻ അവിടെ പ്രതിസന്ധിയുള്ള സമയത്ത് ഓൻ്റെ നെഞ്ചു വിരിച്ചോൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകും. ഒന്നിനും പെടൂലെങ്കിൽ നരകത്തിനെ വിറകാക്കും പടച്ചോൻ. ഒന്നിരിക്കലും നന്മ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. പ്രശ്നം ഉണ്ടാക്കാൻ നടക്കരുത്. കുറ്റം നോക്കുകയാണെങ്കിൽ ആർക്കപ്പം കുറ്റമില്ലാത്ത ഓരോന്നിനും കുറ്റം ഉണ്ടാവും. ഈ 5 പേരിലും കുറ്റമുണ്ട്. ഇതോ ഇയാൾ മോട്ടാവാലയാണ്, പക്ഷെ ചോട്ടാവാലയാണ്. ഇത് മോട്ടാവാല ലേക്കിൻ ചോട്ടാവാല. മുമ്പരെ കണ്ടാൽ ഒരു തവള ചേർത്ത മാതിരിണ്ട് ഇയാള്. കുറ്റല്ലേ? ഇയാളാണ് കൽപ്പനാധികാരത്തിന്റെ ആള്, പക്ഷേ ഇയാളെ മുന്നിൽ ഇയാൾ ചെറുതാണ്. ഇയാൾക്ക് കുറ്റുണ്ട്. ഇയാൾ ലംബവാലയാണ്, പക്ഷെ ഒരധികാരമില്ല. ഇതുകൊണ്ട് ഇക്കാലം വരെ ഒരാൾക്കും ചൂണ്ടിയിട്ടില്ല. ഇതിനെ എന്തിനാ അള്ളാഹ് പഠിച്ചത്? അള്ളാഹു ആയല്ലോ. ഇതിനാകുള്ള പേര് മോതിര വരലെന്നാ. മോതിരം കൂടി ഉണ്ടാകുന്ന വകുപ്പില്ലെങ്കിൽ പിന്നെ മൂപ്പരെന്തിനാ? എത്ര തിന്നിട്ട് മൂപ്പരാടിയെന്നാണില്ല. മനുഷ്യന്മാരെ കുറ്റല്ലാത്ത ഒരാളെ പറയും. എന്തിനാ കുട്ടി കുറ്റല്ലാത്തത്? കുറ്റം നോക്കലല്ല എന്റെ കടമ. അതിന് പടച്ചോൻ ഏറ്റിട്ടുണ്ട് കുറ്റം നോക്കാൻ. ഗുണം നോക്കൽ എന്റെയും കടമ. അൽഹംദുലില്ലാ. കുട്ടികൾ ഒന്നിനെ കെട്ടിച്ചേ അൽഹംദുലില്ലാ. നമുക്ക് കുട്ടിയെ മറ്റേനും കെട്ടിക്കുക അൽഹംദുലില്ലാ. നാട്ടിലെ കുട്ടികളൊക്കെ ഒരു കഞ്ഞിക്കലാട്ടെ അൽഹംദുലില്ലാ. എന്നാലും അത്ര അൽഹംദുലില്ലാ. അവര് പുതിയാപ്പളിനൊപ്പം വന്ന് പിറ്റേന്നൊരു മോട്ടോർ സൈക്കിളിന്റെ ബാക്കിലോ ഒരു കാറിന്റെ ബാക്കിലോ പുതിയാപ്പളിയും പുതിയണ്ണും ബസ് കയറി പോകുന്നവ കണ്ടാൽ നമുക്ക് പറയാം അൽഹംദുലില്ലാ. അന്ന് നമ്മൾ ഇറങ്ങി അൽഹംദുലില്ലാ. ഇപ്പൊ ഒരു കുട്ടിയായി, ഇപ്പൊ വയറ്റിലുണ്ടായി, അത് പ്രസവിച്ചു അൽഹംദുലില്ലാ. ഒരു കുട്ടി ഉണ്ടായി, അതിനെ മദ്രസയിൽ പറഞ്ഞയച്ചു. ഒരു കുട്ടിയും കൂടി അള്ളാന്ന് പറഞ്ഞു അൽഹംദുലില്ലാ. നമ്മൾ മോലായി. മനസ്സിലായില്ലേ? പറഞ്ഞു അൽഹംദുലില്ലാ. എന്നെ നന്മ പടച്ചോ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നിനും വടി വെക്കാൻ നടക്കരുത്. വടി വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കുടുങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അല്ല മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും